ഇന്നിവിടെ നമ്മൾ നടത്തുന്നതും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി വളരെ ഗൗരവത്തിൽ നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുന്നതും നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഒന്ന് തുറന്നിട്ടാളേ കേട്ടോ, ഇതിൻ്റെ എക്കോയൊക്കെ വേണമെങ്കിൽ ഒന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കേട്ടോ. ആ രൂപത്തിൽ നമുക്കിതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പോയ കാലവുമായി താരതമ്യപ്പെടുത്തും. വർത്തമാനകാലത്ത് നമ്മുടെ രാജ്യം നിലയുറപ്പിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ചരിത്രം മുന്നോട്ടാണോ പുറകോട്ടാണോ നടന്നത്? ഈ രാജ്യം കുറെ കൂടി പുരോഗതി നേടുകയാണോ, അതല്ല ഈ രാജ്യം കുറെ കൂടി പുറകോട്ട് നടക്കുകയാണോ ചെയ്തത് എന്ന പരിശോധന നാം നടത്തുക പോയ കാലവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്. അത്തരത്തിലൊരു താരതമ്യ പഠനത്തിന് 2025 ആദ്യത്തെ മാസം പാതി പിന്നിടും മുൻപ് മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ നമ്മൾ മുഖാമുഖം നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് പഴയ ഒരു ഭൂതകാലത്തിലേക്ക് പോകണ്ട. ഈ കഴിഞ്ഞ വർഷം, ആ വർഷത്തിന്റെ ഒടുവിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ നമ്മളോട് യാത്ര പറഞ്ഞ് കടന്നുപോയി. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, ഒരുപക്ഷെ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന ഒരു പതിറ്റാണ്ട് കാലം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ച്, അദ്ദേഹത്തിന്റെ കർമ്മകാണ്ഡം അവസാനിപ്പിച്ച് ചരിത്രത്തിലേക്ക് പിന്മടങ്ങുമ്പോ അദ്ദേഹത്തെ കുറിച്ച് വായിച്ച കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഒരു കാര്യം, എന്റെ ജനറേഷൻ അഥവാ 1980 ശേഷം ജനിച്ച തലമുറ, ഒരുപക്ഷെ ഈ വേദിയിലുള്ള പലരുടെയും തലമുറ, ഇപ്പൊ 40 വയസ്സും 40 വയസ്സ് കഴിഞ്ഞും ജീവിക്കുന്ന മനുഷ്യർ, ആ തലമുറ അറിയപ്പെടുന്നത് മൻമോഹൻ ജനറേഷൻ എന്നാണ്. മൻമോഹൻ സിംഗ് ഈ രാജ്യത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ കണ്ടവരും അനുഭവിച്ചവരുമാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, മൊബൈൽ ഫോൺ, ആദ്യകാലത്ത് ഈ രാജ്യത്ത് മൊബൈൽ ഫോണിലേക്ക് ഇങ്ങോട്ടൊരു കോൾ വരുമ്പോ 6 രൂപ കൊടുക്കണമായിരുന്നു. അങ്ങോട്ടൊരു കോൾ വിളിച്ചാൽ 12 രൂപ കൊടുക്കണമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നിപ്പോ നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു കാലത്തേക്ക് ഈ രാജ്യം മാറി വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരു ഫോൺ, ആ ഫോൺ കമ്പനിയുടെ പേര് അലക്കാട്ടൽ എന്നായിരുന്നു. അലക്കാട്ടൽ. ഈ ഫോണിന്റെ ഒരു സൗകര്യം, ഇതിങ്ങനെ പോക്കറ്റിൽ കുത്തിവെച്ചാൽ നമുക്ക് പിന്നെ രാത്രി ഉറങ്ങാൻ ബസ്സിലൊക്കെ ഇരുന്ന് ഉറങ്ങുമ്പോ തൊട്ടടുത്തുള്ള യാത്രക്കാരന്റെ തോളി തലവെക്കണ്ട. ഇതിന്റെ ഒരു കോൽ ഇങ്ങനെ സൗകര്യത്തിൽ പൊങ്ങി നിൽപ്പുണ്ടാവും അല്ലേ? നമ്മൾ ആ കോലിലേക്ക് മുഖം, നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ ഫോൺ? ആ ഫോണിന്റെ കാലം പോയി. ഇങ്ങോട്ടൊരു കോൾ വരാൻ 6 രൂപ കൊടുക്കേണ്ടിയിരുന്ന മൊബൈൽ സേവന സൗകര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സമ്പന്നർക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് ഇവിടെ ഒരു കൊച്ചുകുട്ടിയുടെ കൈകളിലേക്ക് പോലും ഏറ്റവും ചെറിയ ചെലവിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്ന വലിയ വിപ്ലവം ഈ രാജ്യത്ത് നടന്നത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ്. ഒരുപക്ഷെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോ ലോകത്ത് നേരിട്ട ഏറ്റവും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് അത് തുടങ്ങുന്നത് അമേരിക്കയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ എന്ന് അവകാശപ്പെടുന്ന അമേരിക്ക ആഭ്യന്തരമായി സാമ്പത്തികമായി തകരുന്ന കാഴ്ച ഈ ലോകം കണ്ടപ്പോ, ആ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് മുൻപിലും നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലായിരുന്നു. ഈ രാജ്യത്ത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയത്, വിവരാവകാശ നിയമം നടപ്പാക്കിയത്, ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നത്, രാജ്യത്ത് 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അവന്റെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമല്ല, പിന്നെയോ ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ന നിയമം മൂലം ഇതിനൊക്കെ പരിരക്ഷ കൊടുത്തത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. അതിനൊക്കെ അപ്പുറത്ത് ആ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഒരു ദിവസം ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ആമിർ സലേഹ് ഷെരീഫ് എന്ന പേരുള്ള ഉത്തരേന്ത്യയിലെ ഒരു മുസ്ലിം ആക്ടിവിസ്റ്റ്, അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നു. ആ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്
1947 ഓഗസ്റ്റ് 15 ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്ന് പൊരുതിയ, ആ സ്വാതന്ത്ര്യത്തിന് ഉയരുകൊടുത്ത, അതിന് ചോര കൊടുത്ത, കഴുമരങ്ങളിൽ പിടഞ്ഞു മരിച്ച, വെടിയുണ്ട വിരിമാറിലേറ്റുവാങ്ങി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭൂമികയിൽ രക്തം കൊണ്ട് ആ പോരാട്ടത്തെ അടയാളപ്പെടുത്തിയ ഒരു സമുദായം, ഇന്ത്യയിലെ മുസ്ലിം സമുദായം. ആ സമുദായത്തിന്റെ വർത്തമാനകാലത്തെ അവസ്ഥ എന്ത്? വിദ്യാഭ്യാസപരമായി, സാമൂഹ്യമായി, സാമ്പത്തികമായി, രാഷ്ട്രീയമായി അവരെവിടെ നിൽക്കുന്നു എന്നൊരു അന്വേഷണമാണ് ലേഖനം നടത്തിയത്. അതിൽ അദ്ദേഹം കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ തുല്യാവകാശമുള്ള, മതത്തിന്റെ പേരിൽ നിർവചിക്കപ്പെടാത്ത, മതനിരപേക്ഷമായ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിൽ ഈ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ തുല്യാവകാശമുള്ള ആ സമുദായം അവർ വിദ്യാഭ്യാസത്തിന്റെ, സാമ്പത്തിക പുരോഗതിയുടെ, അഭിമാനത്തോടെയുള്ള ജീവിതത്തിന്റെ പുറംപോക്കിലാണെന്ന് ആ ലേഖനം പറഞ്ഞു വെച്ചു. ആ ലേഖനം പ്രസിദ്ധീകരിച്ച അന്ന് ഈ സാലെ ഷെരീഫിന്റെ വീട്ടിലെ ഫോൺ ബെല്ലടിക്കുകയാണ്. അദ്ദേഹം ഫോൺ എടുത്തപ്പോ, താങ്കൾ സാലെ ഷെരീഫ് ആണോ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്ന് മറുപടി പറഞ്ഞു, താങ്കളുടെ ഇന്നത്തെ ലേഖനം ഞാൻ വായിച്ചു, ആ ലേഖനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ലേഖനം ഇഷ്ടപ്പെട്ടതിനേക്കാൾ ആ ലേഖനത്തിൽ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ രാജ്യത്തെ 22 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യർ, അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ താങ്കൾ തുറന്നു പിടിച്ച ആ കണ്ണാടി അതെന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. സാലെ ഷെരീഫ് ഇത് കേട്ടപ്പോൾ തിരിച്ചു ചോദിച്ചു, താങ്കൾ ആരാണ്? എന്റെ ലേഖനം വായിച്ച് എന്നെ വിളിച്ച ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ വർത്തമാനകാല അവസ്ഥയെക്കുറിച്ച് വേദനിക്കുന്ന താങ്കൾ ആരാണ്? അദ്ദേഹം വളരെ വിനയത്തോടെ മറുപടി കൊടുത്തു, എന്റെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നാണ്. ഞാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. സ്നേഹമുള്ളവരെ, ആ ഫോൺ കോളാണ്, ആ ആർട്ടിക്കിളാണ്, അതിലൂടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു സമുദായത്തിന്റെ പതിതാവസ്ഥയാണ്. അതിനെ തുടർന്ന് ഈ രാജ്യത്തുണ്ടായ ചർച്ചകളാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു വെച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വരുന്നത്. ഞാൻ ആ റിപ്പോർട്ടിന്റെ കണ്ടന്റിലേക്ക് പോവല്ല, ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവുകയല്ല. പിന്നെയോ, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന ആലോചന ഈ രാജ്യത്ത് എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിച്ചാൽ ആ ഒരൊറ്റ ഫോൺ കോളാണ് ഈ രാജ്യത്തെ ഒരു പത്രത്തിൽ ഇവിടുത്തെ മുസ്ലിംകളുടെ ജീവിതാവസ്ഥയെ കുറിച്ച് ഒരു ലേഖനം വരുമ്പോ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു വിഷയമായിരുന്നു, ഒരു കൺസേൺ ആയിരുന്നു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഞാനതിന്റെ കണ്ടന്റിലേക്ക് പോകുന്നില്ല. ഈ രാജ്യത്തെ 90 ജില്ലകൾ, ഞാനിത് പറയുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും സർവപ്രതാപങ്ങളോടെയും അധികാരം കൈയാളുന്ന വർത്തമാനകാല ഇന്ത്യയിൽ ഭക്ഷണത്തിന്റെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ ഈ സമുദായത്തിൽപ്പെട്ട മനുഷ്യർ വേട്ടയാടപ്പെടുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ കൃത്യം ഒരു 10 പതിറ്റാണ്ട് മുൻപ് ഈ രാജ്യം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ്. സ്വാതന്ത്ര്യത്തിലെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 2004 മുതൽ എന്ന് വെച്ചാൽ എന്റെ മുൻപിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരിൽ ഭൂരിപക്ഷം പേർക്കും ഓർമ്മയുള്ള, നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരു ഭൂതകാലം. ആ ഭൂതകാലത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് നടപ്പാക്കി ഇന്ത്യയിലെ 90 ജില്ലകൾ. ആ ജില്ലകളുടെ പ്രത്യേകത, അതൊക്കെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളാണ്. സാമൂഹ്യമായി, സാമ്പത്തികമായി, രാഷ്ട്രീയമായി, വിദ്യാഭ്യാസപരമായി ആ ജില്ലകൾ പുറമ്പോക്കാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കറണ്ടില്ലാത്ത ഗ്രാമങ്ങൾ, റോഡില്ലാത്ത ഗ്രാമങ്ങൾ, സ്കൂളില്ലാത്ത ഗ്രാമങ്ങൾ, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത മനുഷ്യർ, എഴുത്തും വായനയും അറിയാത്തവർ, ദരിദ്രർ, പാവപ്പെട്ടവർ, അവരെ കൂടി ചേർത്ത് പിടിക്കണം. അവർക്ക് കൂടി വികസനം ഉണ്ടാകണം. അന്ന് നടന്ന ഒരു പാർലമെന്റിന്റെ ജോയിന്റ് സമ്മേളനത്തിൽ അന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന പ്രതിഭ പാട്ടീലിന്റെ പ്രസംഗം, ഈ രാജ്യം വികസിച്ചു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ കൂടി വികസിക്കണം. ഇവിടുത്തെ ദളിതരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. ഇവിടുത്തെ പിന്നോക്കക്കാരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. 22 കോടിയോളം വരുന്ന ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലെങ്കിൽ, അവർക്ക് കയറിക്കിടക്കാൻ കെട്ടുറപ്പുള്ള വീടില്ലെങ്കിൽ, അവർ ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് നല്ല റോഡില്ലെങ്കിൽ, അവർക്ക് കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ, അവരുടെ കുട്ടികൾ സ്കൂളിൽ പോകാതെ തെരുവിൽ അലയുന്നുവെങ്കിൽ ഈ രാജ്യം വികസിച്ചു എന്ന് പറഞ്ഞുകൂടാ. ഈ രാജ്യത്തിന്റെ വികസനം അവരുടേതുകൂടിയാണ്.
ഈ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ അവർക്ക് കൂടി അവകാശമുണ്ട്. സച്ചാർ കമ്മിറ്റിയുടെ വലിയൊരു പദ്ധതി ഈ രാജ്യത്ത് നടപ്പാക്കപ്പെട്ടു എന്നാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാതെ നിങ്ങളോട് പറയുന്നത്, സ്നേഹമുള്ളവരെ, 2004 ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരിക്കുമ്പോ ഏതാണ്ട് ഒരു 22 പതിറ്റാണ്ടിനപ്പുറത്ത് ഈ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുമ്പോ ഇവിടെ മുസ്ലിമിന്റെ വിദ്യാഭ്യാസം, മുസ്ലിമിന്റെ വിശപ്പ്, അവന്റെ തൊഴിലില്ലായ്മ, അവന്റെ ഗലികളുടെ വികസനം ഈ രാജ്യത്തിന്റെ കൺസേൺ ആയിരുന്നു, ഈ രാജ്യത്തിന്റെ ചർച്ചയായിരുന്നു. ആ 22 കോടി പേർ ഇന്ത്യക്കാരാണ് എന്ന് ഈ രാജ്യം തലകുലുക്കി സമ്മതിച്ചിരുന്നു എന്നതാണ്. എന്നാൽ ഇപ്പോഴോ കൃത്യം 20 വർഷം കഴിഞ്ഞ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യം 20 വർഷം മുന്നോട്ട് പോയപ്പോഴോ, ഒരു പതിറ്റാണ്ട് കാലം മോദി നാട് വേണപ്പോഴോ ഇവിടെ ഉണ്ടായ മാറ്റം, സ്നേഹമുള്ളവരെ, ഈ രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 4-1 വരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മതന്യൂനപക്ഷം, അവരുടെ ജീവിതം, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ വിശപ്പ്, അവരുടെ വിദ്യാഭ്യാസം ഈ രാജ്യത്തിന്റെ ചർച്ചകളിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നതാണ്. മുസ്ലിംകളെ കുറിച്ച് സംസാരിക്കാനാളില്ല. അവർക്ക് വേണ്ടി സംസാരിച്ചാൽ അത് നട്ടക്കച്ചവടമാണെന്ന് BJP വരുത്തി തീർത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകളെ അവർ നിർവചിച്ചത് അങ്ങനെയാണ്. അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രസംഗം കൊണ്ടുവരാണ് ഇവര്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നതാ പറഞ്ഞത്, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കിയിട്ടുള്ള ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സദസ്സിൽ അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ അവർക്ക് കൂടി അവകാശമുണ്ട്. 20 വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യത്ത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം, ആ പ്രസംഗം എന്താ പറഞ്ഞത്? അതിൽ പറഞ്ഞത്, അഗർ ദുബാര കോൺഗ്രസ് की सरकार आई तो मनमोहन सिंह ने कहा है कि सारे दौलत उनको बांट जाएंगे. मेरे भाइयों बहनों, आप लोगों का मंगल्य सूत्र भी छीन करके उनको दे देंगे എന്നാണ്. കോൺഗ്രസ് ഒരു വട്ടം കൂടി അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യുമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങളുടെ താലിമാല പോലും തട്ടിപ്പറിച്ചെടുത്ത് കോൺഗ്രസ് അവർക്ക് കൊടുക്കും, ഇന്ത്യ മുന്നണി അവർക്ക് കൊടുക്കും. ആർക്ക്? ജിൻകെ ജ്യാദെ ബച്ചേ ഹേ, കൂടുതൽ കുട്ടികളുള്ളവർക്ക്. ഗുസ്പേഡിയോം കോ ബാട്ടാ ജായേഗ, നുഴഞ്ഞുകയറ്റക്കാർക്ക്. ആ വാക്കാണ്, നുഴഞ്ഞുകയറ്റക്കാർ എന്ന വാക്കാണ്. 2 പതിറ്റാണ്ട് മുൻപ് ഈ രാജ്യം മുസ്ലിമിന്റെ വിശപ്പിനെ കുറിച്ച്, അവന്റെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് ഗൗരവത്തിൽ ആലോചിച്ചുവെങ്കിൽ ഈ രാജ്യത്ത് ഇന്ത്യക്കാരനായ മുസ്ലിമില്ല, പൗരനായ മുസ്ലിമില്ല, തുല്യാവകാശമുള്ള മുസ്ലിമില്ല. ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളെ വിളിക്കാൻ അവർ കണ്ടെത്തിയ പേര്, ഈ രാജ്യത്തെ പാവപ്പെട്ട മുസ്ലിം കുട്ടിയുടെ മുതുകത്ത് പോലും ചാർത്തി കൊടുക്കാൻ അവർ കണ്ടെത്തിയ ചാപ്പ, ആ ചാപ്പയാണത് ഗുസ്പേഡിയ, ഇൻഫിൽട്രേറ്റേഴ്സ്, നുഴഞ്ഞുകയറ്റക്കാർ. രാജ്യത്ത് വന്ന മാറ്റം എന്താണ് സ്നേഹമുള്ളവരെ? നമ്മൾ ഇന്ന് ഇന്ത്യയിലെ പൗരന്മാരല്ല RSSന്റെ കണ്ണില്. ഈ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ അവകാശമല്ല, പിന്നെയോ മുട്ടുമടക്കി നിലത്തിഴഞ്ഞ പുഴുക്കളെ പോലെ ജീവിച്ചു കൊള്ളണം. നിങ്ങളുടെ പൗരാവകാശങ്ങൾ പോലും ഞങ്ങളുടെ ഔദാര്യത്തിലാണ്, നിങ്ങളുടെ ആരാധനാലയങ്ങൾ ഞങ്ങളുടെ ഔദാര്യത്തിലാണ്. നിന്റെ കുട്ടി നന്നായി പഠിച്ചു മാർക്ക് വാങ്ങുക, എന്നാൽ അത് മാർക്ക് ജിഹാദാണ്. നിന്റെ കുട്ടി അങ്ങാടിയിൽ നിന്നൊരു പെൺകുട്ടിയോട് വർത്തമാനം പറഞ്ഞാൽ അത് ലവ് ജിഹാദാണ്. കയറി കിടക്കാൻ നീ 5 സെന്റ് ഭൂമി വാങ്ങിയാൽ അത് ലാൻഡ് ജിഹാദാണ്. നീ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ അത് ഹലാൽ ജിഹാദാണ്. നീ ബിരിയാണി ഉണ്ടാക്കിയാൽ അത് തുപ്പൽ ജിഹാദാണ്. അങ്ങനെ അങ്ങനെ പോയി ഏറ്റവും ഒടുവിൽ എവിടെ എത്തുന്നറിയോ നിങ്ങൾക്ക്? ഈ കഴിഞ്ഞ ദിവസം ഗർഭ മഹോത്സവം ഗുജറാത്തിൽ നടക്കുമ്പോ മൈലാഞ്ചി ഇടാൻ മുസ്ലിം ചെറുപ്പക്കാർ, ആ മുസ്ലിം ചെറുപ്പക്കാരുടെ അരികിൽ മൈലാഞ്ചി ഇടാൻ പോയ പെൺകുട്ടികൾ അവർ പറഞ്ഞു, ഇത് മെഹന്തി ജിഹാദാണ്, ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, മാർക്ക് ജിഹാദ്, ഒടുവിൽ മെഹന്തി ജിഹാദ് എന്ന് വെച്ചാൽ ഓരോ ദിവസവും പുതിയ വാക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഒരു സമുദായത്തെ ശത്രുസ്ഥാനത്ത് നിർത്തുന്ന നെറികെട്ട രാഷ്ട്രീയം ഒരു ഭാഗത്ത് അവർ പയറ്റി. അതിന്റെ അപകടം മറുഭാഗത്താണ്. എന്താണ്? ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന്മാർ, അവരുടെ വിശ്വാസത്തെ ഇവര് കയ്യിലെടുത്തു കളിച്ചു എന്നതാണ്. ഞാൻ ഈ സമ്മേളനം ആരംഭിക്കുമ്പോ ഈ സദസ്സിന്റെ മുൻനിരയിൽ എന്റെ ഒരു അമ്മയെ കണ്ടിരുന്നു. ഞാൻ അവരെ കണ്ടപ്പോ ഓർത്തത്, എങ്ങനെയാണ് തലയിൽ കുറി തൊട്ട ഒരമ്മ ലീഗിന്റെ സമ്മേളനത്തിൽ വരിക, നമ്മുടെ സമ്മേളനം കാണുക,
നമ്മൾ ഓർക്കേണ്ടത് ആ മനുഷ്യരുടെ വിശ്വാസത്തെയാണ് ഇവർ കയ്യിലെടുത്ത് കളിക്കുന്നത്. എന്താ പറയാ? അയോധ്യയിലെ രാമക്ഷേത്രം അത് രാമന്റെ അമ്പലല്ലേ, അതിനുവേണ്ടി പള്ളി പൊളിച്ച നിനക്കെന്താ പ്രശ്നം? ഗ്യാൻവാപ്പിയിലെ പള്ളി മൂപ്പിളമാർ പണിതത് ശിവന്റെ പ്രതീകമായ ശിവലിംഗത്തിന്റെ മുഖത്താണ്. അത് പൊളിക്കണ്ടേ? അവിടെ ശിവക്ഷേത്രം ഉയരണ്ടേ? മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥാനത്താണ്. ആ പള്ളി പൊളിക്കണ്ടേ? അവിടെ ക്ഷേത്രം ഉണ്ടാക്കണ്ടേ? ഇത് ചോദിക്കുമ്പോ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ആരാധനാലയങ്ങളുടെ പേരിൽ, ശ്രീരാമന്റെ പേരിൽ, ശ്രീകൃഷ്ണന്റെ പേരിൽ, ഞങ്ങളുടെ വേദപുരാണങ്ങളുടെ പേരിൽ, ഞങ്ങളുടെ ദൈവസങ്കല്പങ്ങളുടെ പേരിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന വെറുപ്പിന്റെ കൂടെയല്ല ഞങ്ങൾ. പിന്നെയോ ഈ രാജ്യത്ത് ഞങ്ങളെ പോലെ തുല്യാവകാശത്തോടെ ജീവിക്കാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുള്ള പൗരന്മാർ എന്ന അവകാശത്തിന്റെ കൂടെയാണ് ഞങ്ങൾ. ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ കൂടെയാണ് ഞങ്ങൾ എന്ന നിലപാട് സ്വീകരിച്ചപ്പോഴാണ് സ്നേഹമുള്ളവരെ ഇവിടെ അഭിമാനത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എണ്ണി എണ്ണി പറഞ്ഞതുപോലെ കേരളത്തിൽ, ഉത്തർപ്രദേശിൽ, ഈ രാജ്യത്തെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായത്. അബ്കി ബാർ 400 പാർ എന്ന വീരവാദം മുഴക്കിയ BJP-യെ നമ്മൾ പിടിച്ചുകെട്ടിയത്. വെറുപ്പിന്റെ ഈ കാലഘട്ടത്തെ നേരിടാനുള്ള ഏകായുധം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ചേർന്നിരിക്കുക, ജാതിയും മതവും മറക്കുക, വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ മാറ്റിവെക്കുക, ഈ രാജ്യത്തെ മനുഷ്യരുടെ വിശപ്പിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അതാണ് പരിഹാരം. ആ പരിഹാരമാണ് രാജ്യവ്യാപകമായി വിജയിച്ചു വന്നത്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നാലോ, ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത് സ്നേഹമുള്ളവരെ, നമ്മുടെ ഓർമ്മകളിലെ ആ ഭൂതകാലം, ഈ രാജ്യത്തെ മുസ്ലിമിനെ കാണുമ്പോൾ ആളുകൾ തീവ്രവാദത്തിന്റെ ചാപ്പ കുത്താത്ത, അവരെ ഭീകരവാദി എന്ന് വിളിക്കാത്ത, അവരെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിക്കാത്ത, ക്ലാസ് മുറിയിൽ പഠിക്കാനിരിക്കുന്ന 8 വയസ്സുള്ള കുട്ടിയെ പോലും എഴുന്നേൽപ്പിച്ചു നിർത്തി മുഖത്തടിക്കുന്ന നെറുകെട്ട മതാന്ധത ഈ രാജ്യത്ത് വ്യാപിക്കാത്ത ഒരു ഭൂതകാലം. ഇതൊന്നും സ്നേഹമുള്ളവരെ നമ്മളെ മലയാളികൾ അനുഭവിച്ചവരല്ല. ആ അമ്മ അവിടെ ഇരിക്കുമ്പോ എനിക്കറിയാം, ഈ നാട്ടിൽ ഈ വേദിയിലുള്ള ഓരോ മുസ്ലിം ലീഗ് നേതാവിന്റെയും മനസ്സിൽ നമ്മളിവിടെ പ്രസംഗിക്കുമ്പോ, നമ്മളിവിടെ മുസ്ലിം ലീഗ് എന്ന ആവേശത്തിൽ പറയുമ്പോ, ഈ സമുദായത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് കോംപ്രമൈസ് ഇല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോ നമ്മുടെ മനസ്സിലൊരു നിയത്തുണ്ട്. എന്താണ്? എത്ര പറഞ്ഞാലും ഇത്രയും മനുഷ്യർക്കിടയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ആ അമ്മയുടെ മനസ്സു വേദനിക്കരുത്, അവരുടെ മനസ്സു കലങ്ങരുത്. ഈ പറയുന്ന ഒരു വാക്ക് പോലും എന്റെ വിശ്വാസത്തിനെതിരാണ് എന്നവർക്ക് തോന്നരുത്. അവരെ പോലെ ഈ രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യർ അത് വിശ്വസിച്ചപ്പോഴാണ്, അതിൽ ഉറച്ചു നിന്നപ്പോഴാണ് ഈ രാജ്യം മുഴുവൻ കാൽച്ചുവട്ടിലാക്കിയിട്ടും മതിച്ച് അഹങ്കാരത്തോടെ അടുത്തത് കേരളമാണെന്ന് ഡൽഹിയിലിരുന്ന BJP നേതാക്കന്മാർ അലറി വിളിച്ചപ്പോൾ പോലും ഈ മലയാളക്കരയുടെ മണ്ണ്, നമ്മുടെ പ്രിയപ്പെട്ട ഈ നാട് തലയുയർത്തി പിടിച്ചു നിന്നത്. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ബംഗാൾ പോലും BJP-ക്ക് കീഴടങ്ങുമോ എന്ന ഭയം മുന്നിൽ നിൽക്കുമ്പോഴും ഈ കേരളത്തെ കുറിച്ച് അങ്ങനെ ഒരു പേടി നമുക്ക് ആർക്കുമില്ല. കേരളത്തെ കുറിച്ചൊരു പ്രതീക്ഷ BJP-ക്കുമില്ല. കാരണം അത് കേരളമാണ്. അവിടെ ഹിന്ദുവില്ല, അവിടെ മുസ്ലിമില്ല, അവിടെ ക്രിസ്ത്യാനിയില്ല. അവർക്കിടയിൽ ഭയവും സംശയവും വെറുപ്പും അവിടെയില്ല. അവിടെയുള്ളത് സാഹോദര്യമാണ്, സൗഹൃദമാണ്. ആ സൗഹൃദത്തെ തകർക്കാൻ ഞങ്ങൾ ഇരമ്പിയാർത്ത് ചെന്നപ്പോഴൊക്കെ കോട്ട കെട്ടിയ നാടിനെ കാത്തു സംരക്ഷിച്ച മഹാന്മാരായ നേതാക്കൾ അവിടെയുണ്ട്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശാബ്ദങ്ങളെ പോലെയുള്ള നേതാക്കന്മാർ, അവർ മുസ്ലിമിനെ കുറിച്ച് ഹിന്ദുവിന്റെ മനസ്സിൽ സംശയമുണ്ടാക്കിയില്ല, ഹിന്ദുവിനെ കുറിച്ച് മുസ്ലിമിന്റെ മനസ്സിലും സംശയമുണ്ടാക്കിയില്ല, പരസ്പരം വെറുപ്പുണ്ടാക്കിയില്ല. വെറുപ്പും ഭയവും ഉൽപ്പാദിപ്പിക്കാൻ ഈ നാട്ടിൽ RSS-ഉം സംഘപരിവാറും ശ്രമിച്ചപ്പോഴൊക്കെ നമ്മൾ മഹാന്മാരായ നേതാക്കന്മാരുടെ പാതയിൽ ഉറച്ചു നിന്ന് വർഗീയതക്ക് വിട്ടുകൊടുക്കാതെ നമ്മുടെ ഈ പ്രിയപ്പെട്ട നാടിനെ കാത്തു സംരക്ഷിച്ചു. ഞാനിത് പറഞ്ഞു വെച്ചത് അതെങ്ങനെ സാധ്യമായി എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവാനാണ്. കഴിഞ്ഞ കുറച്ച് നാള് മുമ്പ് വരെ ഒരു കൂട്ടർ വേറെ പറയായിരുന്നു. എന്താണ്? ഞങ്ങളാണ് ആ പോരാട്ടം നയിച്ചത്, കേരളം മതേതരമായി തുടരുന്നതിന്റെ പാരമ്പര്യം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞവർ
ആ പറഞ്ഞവരുടെ വായ്ത്താരി വിശ്വസിക്കുന്നവരോട്, ആ പറഞ്ഞവരുടെ പ്രചാരണം ഒരു ഉളുപ്പും മറയുമില്ലാതെ ഈ കേരളത്തിൽ ഏറ്റെടുക്കുന്നവരോട്, ഇവിടുത്തെ CPM-നോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുണ്ട്. അയാൾ പ്രസംഗിക്കാണ്, മഹാരാഷ്ട്രയിലാണ് പ്രസംഗം. ആ പ്രസംഗത്തിൽ അയാൾ പറയുന്നത്, നിങ്ങള് പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കണ്ടോ? അവർക്ക് വോട്ട് കൊടുത്തവർ മുഴുവൻ തീവ്രവാദികളാണ്. കേരളം എന്ന് പറയുന്നത് ഒരു കുട്ടി പാകിസ്ഥാനാണ്. എന്തുകൊണ്ടാണ് കേരളത്തെ തീവ്രവാദികളുടെ നാടാക്കിയത്? എന്തുകൊണ്ടാണ് കേരളത്തെ കുട്ടി പാകിസ്ഥാൻ എന്നവർ വിളിച്ചത്? ഈ കേരളത്തിൽ, ഈ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ 6,22,000 മലയാളികൾ അവർ വോട്ട് കൊടുത്തു. അവരെ രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചു. 2019 രാജ്യത്ത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായപ്പോഴും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ എത്തിയത് കേരളത്തിലെ വോട്ടർമാരുടെ ചെലവിലാണ്. 2024 രാഹുൽ ഗാന്ധി വിജയിച്ച് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായത് മലയാളികളുടെ വോട്ട് കൊണ്ടാണ്. അവർ മൂന്നാമതും ആ തെറ്റാവർത്തിച്ചിരിക്കുന്നു. ഇപ്പൊ രാഹുലിന്റെ സഹോദരി പ്രിയങ്കയെ രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് അവർ പറഞ്ഞയച്ചിരിക്കുന്നു. അവർ ഭീകരവാദികളാണ്. അവർ താമസിക്കുന്ന നാട് കുട്ടി പാകിസ്ഥാനാണ്. ഇത് പറയുന്ന നേതാവിന്റെ പേര് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ഓർത്തു വെക്കണം. അയാളുടെ പേർ നിതീഷ് റാണ എന്നാണ്. അയാൾ ഒരു BJP-കാരനാണ്. അയാൾ അത് പറയണം. അയാൾക്കതല്ലാതെ പറയാൻ അറിയില്ല. ഈ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന വെറുപ്പിന്റെ കാരണം അതാണ്. കാരണം മലയാളക്കര കോടികൾ ചെലവഴിച്ചിട്ടും പെരുമ്പുഴ പോലെ നുണമുഴക്കമുണ്ടാക്കിയിട്ടും മലയാളക്കര അവരുടെ മുന്നിൽ കാലുകുത്താതെ വരുമ്പോ, നരേന്ദ്രമോദി കാടിളക്കി പ്രചരണം നടത്തിയിട്ടും ഈ കേരളം RSSന്റെ BJP-യുടെ രാഷ്ട്രീയത്തിന് വഴങ്ങാതെ വരുമ്പോ ഒതുക്കരവുണ്ടാവും, പ്രണയപ്പകയുണ്ടാവും, ദേഷ്യമുണ്ടാകും. ആ പക തീർക്കാൻ കുട്ടി പാകിസ്ഥാൻ എന്ന കേരളത്തെയും തീവ്രവാദികളെന്ന മലയാളികളെയും അവർ വിളിക്കും. ഇനി മറ്റൊരു പ്രസ്താവന കേൾക്കുക നിങ്ങള്. ആ പ്രസ്താവന, നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ, പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘോഷയാത്രകൾ കാണൂ. ആ തെരഞ്ഞെടുപ്പ് ഘോഷയാത്രകളുടെ മുന്നിലും പിന്നിലും നിങ്ങൾ കണ്ടത് ആരെയാണ്? കേരളത്തിലെ തീവ്രവർഗീയ ശക്തികളെ, കേരളത്തിലെ ഭീകരവാദികളെ. അവരുടെ പിന്തുണയില്ലായിരുന്നുവെങ്കിൽ രാഹുലും പ്രിയങ്കയും ഡൽഹിയിൽ പോകുമായിരുന്നു എന്നാണ്. നിതീഷ് റാണ എന്ന BJP നേതാവിന്റെ ഫോട്ടോസ്റ്റാറ്റ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഈ പ്രസംഗം നടന്നത് മഹാരാഷ്ട്രയിലല്ല, ഉത്തർപ്രദേശിലല്ല. സ്നേഹമുള്ളവരെ, അത് നടന്നത് ഈ കേരളത്തിൽ. ആ പ്രസംഗം നടത്തിയ നേതാവിന്റെ പേര് വിജയരാഘവൻ. അയാൾ BJP-കാരനല്ല, അയാൾ RSS-കാരനല്ല. അയാളുടെ കാക്കി ട്രൗസർ നമ്മൾ ഇതുവരെ പുറത്തു കണ്ടിട്ടില്ല. പക്ഷേ ആ വെള്ളമുണ്ടിന്റെ അടിയിൽ കാക്കി ട്രൗസർ ഇട്ട് നെഞ്ചിൽ ഇൻകുലാബിന് പകരം വർഗീയ വിദ്വേഷത്തിന്റെ മുദ്രാവാക്യങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു കൊടും വർഗീയവാദിയെ പോലെ സഖാബ് ജയരാജൻ അത് പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് കൊടുത്തു. ആര് വോട്ട് കൊടുത്തു? സ്നേഹമുള്ളവരെ, ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട മനുഷ്യർ മാത്രമാണോ? വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് 4 ലക്ഷം വോട്ടിന് പ്രിയങ്ക ഗാന്ധി വിജയിക്കുമ്പോ ഒരു കാര്യം നമുക്കറിയാം, അത് ലീഗുകാരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല, കോൺഗ്രസുകാരുടെ വോട്ട് കൊണ്ട് മാത്രമല്ല, ഈ രാജ്യത്തിന് വേണ്ടി ചിതറിത്തെറിച്ചില്ലാതായ ധീര രക്തസാക്ഷിയുടെ പുത്രി ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടി, പണ്ഡിറ്റ് നെഹ്റുവിന്റെ പിന്മുറക്കാരി, രാജ്യം മുഴുവൻ RSSന്റെ രാഷ്ട്രീയത്തിന് കീഴടങ്ങുമ്പോ ഡൽഹിയിൽ അമിത്ഷായുടെ മുന്നിൽ നിന്ന്, അമിത്ഷായുടെ വസതിക്കരികിൽ നിന്ന് നരേന്ദ്രമോദിജി ആപ്കാ യാർ ഹേ, നിങ്ങള് ഒരു പേടിത്തൂറിയാണ്, നിങ്ങൾ ദേശദ്രോഹി എന്ന് വിളിച്ച് രാജ്യത്തിന്റെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ എന്റെ കൂടപ്പുറപ്പില്ലേ, എന്റെ സഹോദരൻ, അയാൾ ഈ രാജ്യത്തിന് വേണ്ടി ചിതറിത്തെറിച്ചില്ലാതായി രക്തസാക്ഷിത്വം വഹിച്ചവരുടെ ചോരയാണ്. അത് പറയാൻ നട്ടലുറപ്പുള്ള ഒരു പെണ്ണ് മലയാളക്കരയിൽ വന്നപ്പോ ഒരുപാട് പേർ ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് പ്രിയങ്ക ഗാന്ധി വോട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 സ്നേഹമുള്ളവരെ 7 ലക്ഷം വോട്ടാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത്. ഒരുപക്ഷെ വിജയരാഘവൻ പറയുന്നത്, മെക്സബൺ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മ ചൂണ്ടിക്കാണിച്ചിട്ട് കോഴിക്കോട്ടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത്, എളമരം കരീം പറയുന്നത്, നേരാണ് എന്ന് വിശ്വസിക്കുന്ന ഇൻകുലാബ് വിളിക്കുന്ന ഒരു സഖാബ് കക്കംചേരിയിൽ ഉണ്ടെങ്കിൽ ആ മനുഷ്യനോടാണ് സ്നേഹമുള്ളവരെ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 7 ലക്ഷം വോട്ട് 2019 രാഹുൽ ഗാന്ധിക്ക് കിട്ടി.
അല്ല 2 വർഷം കഴിഞ്ഞപ്പോൾ വോട്ടെടുപ്പ് നടന്നു അവിടെ നിയമസഭയിലേക്ക്. അതേ പോളിംഗ് ബൂത്ത്, അതേ പോളിംഗ് മെഷീൻ, അതേ വോട്ടർ പട്ടിക, വോട്ട് ചെയ്തത് അതേ മനുഷ്യർ. അപ്പോഴോ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ താഴെ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ, കൽപ്പറ്റ UDF ജയിച്ചു 7000 വോട്ടിന്. പക്ഷേ അവിടെ അപ്പൊ LDF 68,000 വോട്ട് കിട്ടി. ബത്തേരി UDF ജയിച്ചു 6000 വോട്ടിന് 69,000 വോട്ട് അവിടെ LDF കിട്ടി. മാനന്തവാടി OR കേളു LDF സ്ഥാനാർത്ഥി ജയിച്ചു 72,000 വോട്ട് അയാൾക്ക് കിട്ടി. നിലമ്പൂരിൽ അന്നത്തെ LDF സ്ഥാനാർത്ഥി PV അൻവറിന് 78,000 വോട്ട്. വണ്ടൂരിൽ 64,000, തിരുവമ്പാടിയിൽ 66,000. 3 മണ്ഡലങ്ങൾ UDF-ന്, 3 LDF-ന്. 2019 LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 2,20,000. 2 വർഷം കഴിഞ്ഞ് വോട്ട് ചെയ്തപ്പോഴോ അവർക്ക് കിട്ടിയ വോട്ട് 4,10,000. 1,90,000 പേർ ആ തെരഞ്ഞെടുപ്പിൽ LDF-ന് വോട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുത്ത 1,90,000 തീവ്രവാദികളും ഭീകരവാദികളും 2021 വോട്ട് കൊടുത്തത് LDF-ന്. ഞാൻ ഈ കണക്ക് പറയാൻ എന്തിനാ അറിയാം നിങ്ങൾക്ക്? ഇവിടെ തീവ്രവാദികളില്ല, ഇവിടെ ഭീകരവാദികളില്ല. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഘോഷയാത്രയിൽ നമ്മൾ കണ്ടത് തീവ്രവാദികളെ അല്ല, പിന്നെയോ മനുഷ്യരെയാണ്. അവർ ചിലപ്പോ UDF-ന് വോട്ട് കൊടുക്കും, ചിലപ്പോ LDF-ന് വോട്ട് കൊടുക്കും. ആർക്ക് വോട്ട് കൊടുക്കുമെന്നുള്ളത് അവരുടെ സൗകര്യമാണ്. ആ സൗകര്യം ഉയർത്തിപ്പിടിച്ചതിന് ആ കൂട്ടരെ, ആ പാവം മനുഷ്യരെ തീവ്രവാദത്തിന്റെ ചാപ്പ കുത്താനാണ് പാപമെങ്കിൽ ആ മനുഷ്യർ ഇനിയും പോളിംഗ് ബൂത്തിൽ അണിനിരക്കുമെന്ന് സഖാവ് വിജയരാഘവൻ മറന്നു പോകണ്ട എന്നാണ് മറുപടി. നമ്മുടെ പ്രശ്നം ഇതാണ്. ഇവർ RSSന്റെ നാവ്, RSSന്റെ ശബ്ദം, RSSന്റെ നിലപാട് കടം കൊള്ളുന്നു. നിങ്ങളുടെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി ആണല്ലോ, നമ്മൾ പറയും കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി ആണല്ലോ CPM-ന്റെ മോഹനൻ. എന്താ പറഞ്ഞത്? ഒരു വ്യായാമ കൂട്ടായ്മ. കക്കഞ്ചേരിയിൽ ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് പോലെ മനുഷ്യർ സമ്മേളിക്കും. സ്ത്രീകളുണ്ടാവും, കുട്ടികളുണ്ടാവും, പ്രായം ചെന്നവരുണ്ടാവും. 21 മിനിറ്റ്. ഞാൻ വ്യായാമം ചെയ്യാത്ത ആളാണ്, ചെയ്തു തുടങ്ങണം. പക്ഷെ അതിനെക്കുറിച്ച് പഠിച്ചപ്പോ 21 മിനിറ്റാണ്. ഒരു ചെറിയ ഈർക്കിലിക്കമ്പ് പോലും മനുഷ്യരുടെ കയ്യിലില്ല. 21 മിനിറ്റ് ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുന്ന, നിന്നിടത്ത് നിന്ന് ചെയ്യുന്ന എക്സർസൈസ്. പാതിരാ വെളിച്ചത്തിലല്ല, ഇരുളിന്റെ മറവിലല്ല, ആയുധം കയ്യിലേന്തിക്കൊണ്ടല്ല, പിന്നെയോ പട്ടാപ്പകൽ ഈ നാട് കാണുക കയ്യിൽ ഒരു കറിക്കത്തി പോലും ഇല്ലാതെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ലീഗും കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് നടത്തിയ ഒരു എക്സർസൈസ്. അതിനെക്കുറിച്ച് ഈ വിദ്വാൻ പ്രസംഗിക്കാണ്. എന്താ പ്രസംഗിച്ചത്? ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇത് കേരളത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. എന്ന് വെച്ചാൽ ഈ വന്നു നിന്ന മനുഷ്യർ മുഴുവൻ പോപ്പുലർ ഫ്രണ്ടും തീവ്രവാദികളാണെന്ന് പറയണം. എന്ത് തെളിവാ ഉണ്ടായത്? എന്ത് സംഭവം ഉണ്ടായത്? ഞാൻ പഠിച്ചിട്ടാണ് പറയുന്നത് എന്നാണ് തള്ള്. എന്തിനാ അത് പറഞ്ഞത്? അവിടെ നിങ്ങൾ കണ്ടത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട മനുഷ്യരെയാണ്. ജനം TV-യിലൊക്കെ വന്നിരുന്നിട്ട് ചോദിക്കാണ്, വിജയരാഘവന്റെ മുദ്രാവാക്യം എടുത്തെടുത്ത് പിടിച്ചിട്ട് RSS ചോദിക്കാണ് കേരളത്തില്. അല്ലടോ, കോഴിക്കോട്ട് മലപ്പുറത്ത് നടക്കുമ്പോ എങ്ങനെയാ മാപ്പിളമാര് കൂടുതലുണ്ടാവുക? അത് നിങ്ങൾക്ക് കോഴിക്കോടിന് അറിയാഞ്ഞിട്ടാ, മലപ്പുറത്ത് അറിയാഞ്ഞിട്ടാ. ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ മാത്രമല്ല സ്നേഹമുള്ളവരെ, ഇവിടുത്തെ ഉത്സവ പറമ്പിൽ പോയാലും അവിടെ നിൽക്കുന്ന തൊപ്പി വെച്ച മാപ്പിളയെ നിങ്ങൾ കാണും. അത് ഈ നാടിന്റെ പാരമ്പര്യമാണ്. അതിനെ നിഷേധിക്കുന്ന നെറികെട്ട വർത്തമാനം. 3 ദിവസം കഴിഞ്ഞപ്പോഴോ ഗോവിന്ദൻ മാഷ് മോഹനെ തിരുത്തി എന്നിട്ട് പറഞ്ഞു, അത് ഞങ്ങൾക്ക് വലിയ ധാരണയില്ലാത്ത കാര്യമാണ് കേട്ടോ, അങ്ങനെ ഭീകരവാദികളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോഴേക്കൊരു അത്ഭുതം സംഭവിച്ചു സ്നേഹമുള്ളവരെ. നിങ്ങളുടെ അങ്ങാടിയിൽ നിങ്ങൾ ഉമ്മയും പെങ്ങളും സഹോദരിയും അമ്മയും കൂടപ്പിറപ്പും കുടുംബസമേതം നാട്ടുകാർ ജാതി മത ഭേദമന്യേ നടത്തുന്ന ഈ മെക്സവൻ വ്യായാമ പരിപാടി, അതിന്റെ ദൃശ്യങ്ങൾ നാഷണൽ മീഡിയയുടെ ശ്രദ്ധയിലേക്ക് വന്നു. ആ ദൃശ്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BJP നോർത്ത് ഇന്ത്യയിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു. കണ്ടില്ലേ നിങ്ങള്? വരിവരിയായി നിൽക്കുന്ന തട്ടമിട്ടവരെ കണ്ടില്ലേ? വരിവരിയായി നിൽക്കുന്ന തൊപ്പി വെച്ചവരെ കണ്ടില്ലേ? അവർ കേരളത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ പോവാണ്. ആ നിൽക്കുന്ന ആണും പെണ്ണും കുട്ടിയും പോപ്പുലർ ഫ്രണ്ടാണ്. നിങ്ങളുടെ നാട് കേരളം പോലെ ആവാതിരിക്കണോ? ഞങ്ങൾക്ക് വോട്ട് ചെയ്തോ? ഇപ്പൊ ഡൽഹിയിൽ ഓടി തുടങ്ങിയെന്നാ കേട്ടത്. നിങ്ങളുടെയൊക്കെ ഫോട്ടോ, നിങ്ങളുടെ വീഡിയോ, നിങ്ങൾ ചെയ്യുന്ന ആ വ്യായാമ കൂട്ടായ്മയെ രാജ്യം മുഴുവൻ
വെറുപ്പിന്റെ രാഷ്ട്രീയം പടർത്താൻ ഇവർക്ക് വിട്ടുകൊടുത്തത് ആരാ? CPM. തീർന്നില്ലല്ലോ. എളമരം കരീമിന്റെ ഒരു പ്രസംഗം ഞാൻ അത് പലയിടത്തും പറയാറുണ്ട്. ഇവിടെ ഒന്നുകൂടി ആവർത്തിക്കുന്നത്, ഇത് ബാലുശ്ശേരി മണ്ഡലാണ്, ഇതിന്റെ തൊട്ടടുത്താണ് കുറ്റ്യാടി, ഇതിന്റെ തൊട്ടടുത്താണ് പേരാമ്പ്ര വരിക. ഈ പ്രദേശങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ല നിങ്ങൾക്ക്? തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ? രാഘവേട്ടൻ ഇറങ്ങിയപ്പോ കരീംക അല്ലേ, മൂപ്പരെ ഭാര്യ അല്ലാണ്ട് മൂപ്പരാളും ധൈര്യത്തോടെ കരീംക ഇന്നുവരെ വിളിച്ചിട്ടില്ല. വിളിക്കാൻ ധൈര്യം വരില്ല. ആ കരീംക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാണ്. എങ്ങോട്ട്? കുറ്റ്യാടിയിൽ വരും, പേരാമ്പ്ര വരും, നാദാപുരത്ത് പോകും. എന്നാ ഇതുകൊണ്ട് വേറെ സ്ഥലത്ത് ചെന്നപ്പോ അവിടുത്തെ സഹാക്കൾ പറഞ്ഞു, അല്ല ഇവിടെ ഇക്ക ചെലവാവില്ല കേട്ടോ, ഇക്ക മാറ്റിക്കളി. അങ്ങനെ വെറും കരീമായി ഇല്ലേ? ആ എളമരം കരീമ പൊതുവേദിയിൽ നിന്ന് പ്രസംഗിക്കാണ്. പോപ്പുലർ ഫ്രണ്ട്, SDPI, മെക്ക, ഇവര് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യണം. എങ്ങോട്ട്? ഡൽഹിയിലേക്ക്. എവിടെ പഠിക്കാൻ? ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ, അലിഗഡ്, കേന്ദ്ര സർവകലാശാലകളിലേക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾ അവർ ഭീകരവാദികളാണ്. ഞാൻ ഡൽഹിയിൽ അടിക്കടി പോവാറുണ്ട്. അവിടെ ചെല്ലുമ്പോ ഡൽഹിയിലെ MSFന്റെ പ്രവർത്തകരെ കാണാറുണ്ട്. അവർക്കിടയിൽ നിറയെ പെൺകുട്ടികളുണ്ട്. അവരിൽ പലരും കുറ്റ്യാടിയിലെ, ബാലുശ്ശേരിയിലെ, പേരാമ്പ്രയിലെ മക്കളാണ്. അവരെ ചൂണ്ടിക്കൊടുത്തിട്ട് ഈ കേരളത്തിന്റെ ഒരു മുതിർത്ത നേതാവ്, രാജ്യസഭാ അംഗം പറയാണ്, എന്താ ഇവരുണ്ടല്ലോ തീവ്രവാദ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അത് കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരാളുണ്ട് ഡൽഹിയിൽ. ആരാ? അമിത്ഷാ എന്നാണ് അയാളുടെ പേര്. അയാളുടെ പോലീസാണ്. പൗരത്വ സമരത്തിന്റെ കാലഘട്ടങ്ങളിൽ ജാമിയ സർവകലാശാലയുടെ അകത്ത് കയറി മലയാളി കുട്ടികളെ തെരഞ്ഞു പിടിച്ച് നാഭിക്ക് ചവിട്ടിയത് ആ പോലീസിന്, അമിത്ഷായുടെ കണ്ണിൽ ചോരയില്ലാത്ത പോലീസിന് ഈ കോഴിക്കോട്ടെ പാവം മക്കളെ ഒറ്റുകൊടുത്തവരവര്. ഒരു ഘട്ടത്തിൽ ഈ പേരാമ്പ്രയിൽ പള്ളിക്ക് കല്ലെറിയുന്ന സ്ഥിതി പോലും ഉണ്ടായി. ഞാൻ ആ പള്ളി കാണാൻ പോയി. പള്ളി ഇവിടെ, ലീഗ് ആഫീസ് അവിടെ. സഖാബ് കല്ലെറിഞ്ഞ് പോലീസ് പിടിച്ചു. അപ്പൊ ഇവരുടെ പറച്ചില് ലീഗ് ആഫീസിന് നേരെ കല്ലെറിഞ്ഞതാണ്. അത് കുത്തിത്തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഇവനാരടാ മുത്തയ്യാൻ മുരളി, കാരണം റോഡിന്റെ അങ്ങോട്ട് കല്ലെറിഞ്ഞാൽ അത് കുത്തിത്തിരിഞ്ഞ് ഇവിടെ കയറാൻ. നെറുകെട്ട മതവർഗീയത. ഈ കോഴിക്കോട്ടെ ഉദാഹരണങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഒരു അവസരം കിട്ടിയാൽ അത് വിടാതെ RSSനെ പോലെ ഇവർ ഉപയോഗിക്കാൻ. നമുക്കൊരു ഭൂതകാലം ഓർമ്മയില്ല, അധികമൊന്നും ആയില്ലല്ലോ. കോഴിക്കോട്ടായോണ്ടാ ഞാൻ അതും പറയുന്നത്. ആഴ്ചക്ക് കോഴിക്കോട് സ്റ്റേജാണ്. ഈ ആഴ്ച ഫലസ്തീൻ, അടുത്ത ആഴ്ച UCC. അങ്ങനെ സ്റ്റേജ് അങ്ങോട്ട് കെട്ടിവെച്ചിട്ട് മൂലക്ക് മാറി ഒരു കസേര ഇടും. എന്നിട്ട് പറയും ആ കസേര ലീഗിലാണ്, ലീഗ് ആ കസേരയിൽ വന്നിരുന്നോളണം നല്ല ശമരിയാക്കാരെ പോലെ. വന്നില്ലെങ്കിൽ ലീഗ് ഇസ്രായേലിന്റെ കൂടെ, ഫലസ്തീന്റെ കൂടെ ഇല്ല. രണ്ടാമത്തെ UCC സെമിനാറിന് വന്നില്ലെങ്കിലോ, എന്നാൽ ലീഗ് RSSന്റെ കൂടെ, യൂണിഫോം സിവിൽ കോഡിന്റെ കൂടെ. ഞങ്ങളുടെ കൂടെ ലീഗില്ലെങ്കിൽ സമുദായത്തിന്റെ കൂടെ ലീഗില്ല. വല്ലാത്തൊരു വർത്താനാ പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അന്ന് കണ്ടല്ലോ നമ്മളൊരു പരസ്യം, എന്താ, ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു കേട്ടോ, ഓർത്തോ. ഇത് സ്നേഹം കൊണ്ട് പറയല്ല. എടാ ഞാനില്ലെങ്കിൽ നീ ഇല്ല എന്ന് പറഞ്ഞാൽ അത് സ്നേഹമല്ല, പിന്നെയോ അത് ഭീഷണിയാണ്. പറയാണ് ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ, ഞങ്ങളില്ലെങ്കിൽ ഇന്ത്യയില്ല. നിങ്ങൾ രണ്ടാം കിട പൗരന്മാരാവും. നിങ്ങൾക്ക് രണ്ടാം കിട പൗരന്മാരാവണ്ടെങ്കിൽ ഒരൊറ്റ നിവൃത്തിയുള്ളൂ. എന്താണ്? ഞങ്ങൾ വോട്ട് ചെയ്തോ. ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ വേറൊരു പ്രശ്നത്തെ കുറിച്ച് അവർ സംസാരിച്ചില്ല. ഞങ്ങളില്ലെങ്കിൽ നിങ്ങളെ അങ്ങ് പുറത്താക്കുമെന്നാണ്. സഖാക്കളെ, അത് കേട്ട് പേടിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നിയത് ഞങ്ങളുടെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. ഞങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലെന്നും ഞങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങളെ കൊന്നു തീർക്കുമെന്നും വിരൽ ചൂണ്ടി ഭീഷണിപ്പെടുത്തിയവര് ഒരുപാട് വന്നിട്ടുണ്ട് ഈ നാട്ടില്. അറബിക്കടല് കടന്ന് പറങ്കികൾ വന്നിട്ടുണ്ട്, പോർച്ചുഗീസുകാര്. ഹജ്ജിന് പോയ ഉമ്മയെ, സഹോദരിമാരെ, കുട്ടികളെ 7 മക്കൾക്കപ്പുറത്ത് പുറംകടല് കൊന്നു താഴ്ത്തിയിട്ടുണ്ട് അവര്. തല കുനിച്ചോരല്ല, ഒരു തലമുറയല്ല, പിന്നെയോ 4 തലമുറ. സ്നേഹമുള്ള മക്കളെ, നമ്മള് സ്കൂളിലെ സോഷ്യൽ സയൻസിൽ പഠിക്കുന്ന കുഞ്ഞാലി മരക്കാറില്ലേ, അതൊരാളല്ല കേട്ടോ, ഒരു പുരുഷായുസ്സല്ല. 4 കുഞ്ഞാലി മരക്കാർമാർ, 4 പുരുഷായുസ്സുകൾ. ഈ അറബിക്കടലിന്റെ തീരത്ത് പറങ്കിപ്പടയെ പൊരുതി നിർത്തിയ മാപ്പിളമാരുടെ പാരമ്പര്യം. ഞങ്ങളെ ഡച്ചുകാരെ വിറപ്പിച്ചോരാ, ബ്രിട്ടീഷുകാരന്റെ മുൻപിൽ കീഴടങ്ങാത്തവരാണ്. ആ ഞങ്ങള് നരേന്ദ്രമോദിയോട് പോലും ഒരു ഭയവുമില്ലാതെ ഇവിടെ ജീവിക്കുമെന്ന് ധൈര്യത്തോടെ പറഞ്ഞ ഞങ്ങൾക്ക് മോഡിയുടെ അടിമയായ പിണറായിയുടെ സംരക്ഷണം വേണ്ട. അന്ന് ഞങ്ങൾക്ക് അവസാനത്തെ കുട്ടി മരിച്ചു തീർന്നിട്ടുണ്ടാവും, മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ്. നമ്മൾ അന്ന് പോയില്ല.
ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങളുള്ളൂ എന്ന് പറഞ്ഞവർ, ഫലസ്തീൻ മക്കളുടെ കൂടെ ഞങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞവർ, ആ ഫലസ്തീൻ മക്കളെ അവരെ ഇസ്രായേൽ വിളിക്കുന്ന എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താ? തീവ്രവാദികൾ എന്ന്, ഭീകരവാദികൾ എന്ന്. ഇപ്പൊ ഈ CPM കാരൻ നിങ്ങളെ വിളിച്ചത് എന്താ? തീവ്രവാദികൾ എന്ന്, ഭീകരവാദികൾ എന്ന്. ചോദിക്കുമ്പോ പറയും ഞങ്ങൾ എല്ലാ ഫലസ്തീനികളെയും വിളിക്കുന്നില്ല കേട്ടോ. ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും എല്ലാ ഫലസ്തീനികളും ജിഹാദികളാണെന്നില്ലല്ലോ. അവരതിനൊരു ടൂൾ ഉണ്ടാക്കും അല്ലേ? ഫലസ്തീനിലെ പാവപ്പെട്ട മക്കളെ കൊല്ലുമ്പോ പറയും ആ കുട്ടികൾ അവർ ഹമാസാണ്. രോഗികൾ കിടക്കുന്ന ആശുപത്രിയിലേക്ക് ബോംബ് വർഷിച്ചിട്ട് ഇസ്രായേൽ പറയും അവർ ഭീകരവാദികളാണ്. അഭയാർത്ഥി ക്യാമ്പിലേക്ക് ബോംബ് വർഷിച്ചിട്ട് എന്തുകൊണ്ടെന്ന് ലോകം ചോദിക്കുമ്പോ ഇസ്രായേൽ മറുപടി കൊടുക്കും ഭീകരവാദികൾ, ഹമാസാണ്. സ്നേഹമുള്ള ഉമ്മമാരെ, നിങ്ങളെപ്പോലെ പെണ്ണുങ്ങളെ, നിറഗർഭിണികളെ ബോംബ് കൊച്ചു കൊന്നിട്ട് എന്തുകൊണ്ടെന്ന് ലോകം ചോദിക്കുമ്പോ ഇസ്രായേൽ മറുപടി പറയും ആ പെണ്ണ് ഒരു തീവ്രവാദിയാണ്, അവളുടെ ഉദരത്തിൽ കിടക്കുന്നതും ഒരു ഭീകരവാദിയാണ്. അവൻ പിറന്നാൽ, കാലുറച്ച് നടന്നാൽ ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് കരിങ്കൽ ചീളുകൾ പെറുക്കിയെടുത്ത് ഞങ്ങൾക്ക് നേരെ എറിയുന്ന ഭീകരവാദിയായി മാറും. ഭീകരവാദി ഹമാസ്. എന്താ CPM പറയുന്നത്? എല്ലാ മുസ്ലിങ്ങളെയും വിളിച്ചില്ല കേട്ടോ. പിന്നെ ആരെയാ വിളിച്ചത്? ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ, പോപ്പുലർ ഫ്രണ്ടുകാരെ, അവര് മാത്രമേ തീവ്രവാദികളും ഭീകരവാദികളും ഉള്ളൂ. എന്നാ വയനാട്ടിൽ വോട്ട് ചെയ്ത 6.25 ലക്ഷം പേരോ അവരൊന്നാകെ തീവ്രവാദികൾ, അവരൊന്നാകെ ഭീകര. ഇസ്രായേലിന്റെ ന്യായം, RSSന്റെ ന്യായം CPM ഏറ്റെടുത്തിട്ട് പറയണം. എന്താ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി. എവിടെ ജമാഅത്തെ ഇസ്ലാമി? ഇസ്ലാമുള്ളവരെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, രാത്രിയൊക്കെ മാറ്റി വെക്ക. ഇവിടെ സഖാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ, വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു എന്നാണ്. അവിടുത്തെ LDFന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്ന് കാലുമാറിപ്പോയ സരിൻ പറഞ്ഞത് 30% മുസ്ലിം വോട്ട് അത് തിരിച്ചത് ജമാഅത്തെ ഇസ്ലാമി, പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ കക്കഞ്ചേരിയിലെ ലീഗ് ഓഫീസിന്റെ പരിപാടി, ഇതിന്റെ ഒരു നോട്ടീസ് ഈ കക്കഞ്ചേരി പള്ളിന്റെ ഉള്ളിൽ കയറി ഇപ്പൊ സോമനീര് കൊടുത്തല്ലോ, ജമാഅത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നിരനിരയായിട്ട് കൊടുത്ത 1100 രൂപ ഞങ്ങൾക്ക്. ലീഗിന്റെ യോഗം പറ്റുമോ? പള്ളിയില് പറ്റുമോ? പറ്റാത്ത ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആരാധനാലയങ്ങള് സംശയത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവര് പറഞ്ഞു എന്താ? തീവ്രവാദികളാണ്. അവരവിടെ കേന്ദ്രീകരിച്ചാ പ്രവർത്തിച്ചത്. ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വോട്ടവകാശം അത് നിർണയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നാണ്. അല്ല, ഇത് പറയുന്ന ഇവർക്ക് ആകെ ഉണ്ടല്ലോ 4 MP മാർ. ഒരാൾ ഈ കേരളത്തിൽ നിന്ന് ആലത്തൂരിന്ന് പോയത്, ആ സാധുവിന്റെ കൂടെ വിജയിച്ചു വന്ന 2 പേർ തമിഴ്നാട്ടിൽ നിന്ന്, ഒരാൾ രാജസ്ഥാനിലെ സിക്കാറിൽ നിന്ന്. രാജസ്ഥാനിലെ MP പേര് അമ്രാറാം. ജമാഅത്തെ ഇസ്ലാമി പുറത്തുവിട്ടല്ലോ ഫോട്ടോ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാസങ്ങൾക്ക് മുൻപ് ചുറ്റികാരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ട് പിടിച്ച രാജസ്ഥാനിലെ CPMന്റെ സ്ഥാനാർത്ഥി രാജസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ കൂടെ, തമിഴ്നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് CPMന്. കേരളത്തിൽ വന്നപ്പോഴോ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നിൽക്കുന്ന സാദിഖ് അലി തങ്ങള് തീവ്രവാദി, മുസ്ലിം ലീഗ് ഭീകരവാദികളുടെ പാർട്ടി. നാണമുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കണില്ല, ഉളുപ്പുള്ളവൻ കുളിച്ച വെള്ളത്തില് നിങ്ങൾ ഒരു വട്ടം കുളിച്ചുവെങ്കിൽ സഖാക്കളെ എന്ന് പറയണോ 3 എണ്ണത്തിനോട് രാജിവെക്കാൻ? ഒരു ഉളുപ്പുമില്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉമ്മറത്ത് പോയി അവരുടെ വോട്ട് തണ്ട് വാങ്ങി വിജയിച്ച 3 MP മാർ അവർ രാജിവെക്കട്ടെ. അവർ രാജിവെച്ചാൽ എന്താ കുഴപ്പമെന്നറിയോ? പേടിക്കൂട്ടിന് ആളുണ്ടാവുക. അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. ഞാനിപ്പോ ഒന്ന് തിരിച്ചു പോകണം എറണാകുളത്തിന് ഇവിടുന്ന് ഒറ്റക്ക്. കൂടെ ഒരാളെ കൂട്ടും. എന്തിനാ? പേടിക്കൂട്ടിന് എന്നാ പറയാ. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയവർ രാജിവെക്കണമെന്ന് തീരുമാനിച്ചാൽ പേടിക്കൂട്ടിന് ഒരാളില്ലാതെ ഇരിക്കേണ്ടി വരും. കേരളത്തിൽ നിന്നുള്ള CPMന്റെ MPക്ക് തരം കിട്ടിയപ്പോഴൊക്കെ വോട്ട് വാങ്ങി, കൂടെ നിന്നില്ലെങ്കിൽ അപ്പ ഭീകരവാദി. ആരായിരുന്നു PV അൻവർ മുതല്? ഞാൻ അവസാനിപ്പിക്കാണ്, ദീർഘമായി സംസാരിക്കുന്നില്ല. ആരായിരുന്നു ആ മുതല്? ആരായിരുന്നു PV അൻവർ എന്ന് വെച്ചാൽ? ഈ കേരളത്തിലെ LDF പ്രവർത്തകർ അദ്ദേഹത്തെ വിളിച്ചിരുന്ന കടന്നൽ രാജ എന്നാണ്. എന്നാ കടന്നലിന്റെ പ്രത്യേകത, കടന്നലിന്റെ കൂട്ടിലേക്ക് നിങ്ങളൊരു കല്ലെറിഞ്ഞാൽ, കടന്നൽ ഇന്നുവരെ ആരോടെങ്കിലും ചോദിച്ചോ നീ എന്തിനാ കല്ലെറിഞ്ഞെന്ന്? ഇല്ലല്ലോ. കടന്നൽ ഇളകും. കല്ലെറിഞ്ഞവനെ, എറിയാത്തവനെ അവിടെ നീഴ്ക്കുന്നവരൊക്കെ കുത്തും. ഇല്ലേ? ഒരു തത്വദീക്ഷയില്ലായ്മയാണ്.
അല്ലെങ്കിൽ ഒരു അദബില്ലായ്മയാണ്. ഏതിന്റെ പ്രത്യേകത? കടന്നലിന്റെ പ്രത്യേകത. അൻവറിന് പറ്റിയ പേരേന് വന്ന് ഇപ്പൊ അയാൾ അദബ് പഠിച്ചു വരുന്ന ലക്ഷണമൊക്കെ ഇന്നലെ മുതൽ കാണുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അങ്ങനെ നിങ്ങളെ കൊണ്ടു നടന്ന ഒരാൾ നവസമൂഹ മാധ്യമങ്ങളിൽ, ഈ കേരളത്തിന്റെ പൊതുവിടങ്ങളിൽ, പ്രസംഗവേദികളിൽ നിങ്ങൾ ചാവേറിനെ പോലെ ഉപയോഗിച്ച ഒരാൾ, അയാൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ അറസ്റ്റ് ചെയ്തല്ലോ. എന്തിനാ അറസ്റ്റ് ചെയ്തത്? സമരം നടത്തിയതാണ്. എന്തിനാ സമരം ചെയ്തത്? നമ്മളവരെ സമരം ചെയ്തത് വന്യമൃഗങ്ങളുടെ ആക്രമണമാണ്. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച മുള്ളിരിങ്ങാട്ട്, നിങ്ങളൊക്കെ ശ്രദ്ധിച്ച വാർത്തയായിരിക്കും, ആന ചവിട്ടിക്കൊന്ന ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയി. നമ്മുടെ സജീവ പ്രവർത്തകനായിരുന്നു. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന് പറയാൻ നിങ്ങളെ കക്കഞ്ചേരിയൊക്കെ പോലെ വിളിച്ചാൽ ലീഗിന് 10,000 ആള് കൂടാൻ പറ്റിയ സ്ഥല. ഞങ്ങളുടെ നാട് മോശമൊന്നുമില്ല. ഇന്നലെയാണ് ഷാജി സാഹിബ് പ്രസംഗിച്ചത്. 1000 ആളാ പരിപാടി പങ്കെടുത്തത്. അങ്ങനെയുള്ള ഒരിടത്ത് യൂത്ത് ലീഗിന്റെ ഒരു പ്രകടനം നടന്നാൽ അതിന്റെ മുൻനിരയിൽ തോളത്ത് പച്ചക്കൊടിയും പിടിച്ച് ദിഗന്ധങ്ങൾ ഭേദിക്കുമാർ ഉച്ചത്തിൽ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച് ആ ചെറുപ്പക്കാരനുണ്ടാവും. എന്റെ മുന്നിലിരുന്ന് വിങ്ങിപ്പൊട്ടിയ ആ ഉപ്പ എനിക്കൊരു താങ്ങയായിരുന്നു, ഒരു തുണലായിരുന്നു. ഒരു പശുവിനെ തേടിപ്പോയതാ, ആന ചവിട്ടിക്കൊന്നു. കോതമംഗലത്ത് കുട്ടമ്പുഴയിൽ, ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ, അതേപോലെ തന്നെ നിലമ്പൂരിൽ മണി എന്നൊരു ആദിവാസികൾക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മളെ കാട്ടിലേക്ക് ഇറങ്ങി വരുന്ന വന്യമൃഗങ്ങളാണ് ആക്രമിക്കുക. അവർ കാട്ടിൽ താമസിക്കുന്നവരാ. സ്വാഭാവികമായ പ്രതികരണങ്ങളുണ്ടാവും. പൊതുമുഖത്തിന് തകർത്തു എന്നാണ്. പൊതുമുതൽ തകർക്കാത്തൊരു മുതലാളി നമ്മളൊന്ന് ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോ പ്രതിപക്ഷം വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. ഈ കഴിഞ്ഞതിന് മുന്നത്തെ സഭാ സമ്മേളനത്തില് പിണറായി വിജയൻ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുമ്പോ കൈക്കൊക്കെ ചെറിയ വിറവലൊക്കെ പിടിച്ചിട്ട് ഒരാൾ മുന്നിലെ എഴുന്നേറ്റ് വരും. പിന്നെ ഒരു മന്ത്രിയാണ്. ആരാണ്? ഇപ്പൊ കലോത്സവം അവസാനിച്ചല്ലോ. കേരളത്തിന്റെ ഗതികേടാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. നമ്മൾ വെറുതെ കളിയാക്കല്ല കേട്ടോ. CCTV തെറ്റില്ലാണ്ട് ശിവൻകുട്ടിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ആൾക്ക് ഞാൻ 1,100 ഉറുപ്പിക തരും. പാലക്കാട്ട് പ്രചരണത്തിന് പോയല്ലോ മൂപ്പര്. അപ്പൊ ഈ സ്ഥാനാർത്ഥി വിളിച്ചു, സഖാബ് എപ്പോഴാ പ്രചരണത്തിന് വരിക? ഞാൻ വന്നോണ്ടിരിക്കുകയാണ് സാർ, നാളെ രാവിലെ ഞാൻ അവിടെ ഉണ്ടാവും. ഇനി നിന്നെ ജയിപ്പിച്ചിട്ടേ തിരിച്ചുള്ളൂ. നന്നായി സഖാവേ, നമുക്ക് ചിഹ്നം കിട്ടി. എന്താ ചിഹ്നം? സ്റ്റെതസ്കോപ്പ്. വണ്ടിയെടുത്ത് മൂപ്പര് അവിടെ നിന്ന് 10 തവണ പറഞ്ഞു നോക്കി, സ്റ്റെതസ്കോപ്പ് ഒന്നും രക്ഷയില്ല. അപ്പൊ സരിനെ വിളിച്ചിട്ട് പറഞ്ഞു, സരിനെ സ്റ്റെതസ്കോപ്പ് ഒന്ന് തെറ്റില്ലാണ്ട് പറയാം, ഞാൻ പഠിക്കുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് കഴിയും, അതുകൊണ്ട് ഞാൻ മടങ്ങാണെന്നാണ്. ആ ശിവൻകുട്ടി വന്നു നിന്നല്ലോ. ശിവൻകുട്ടിയുടെ കയ്യിൽ പിണറായി വിജയൻ ചാടിക്കയറി പിടിച്ചെന്തിനാന്ന് അറിയുങ്ങള്? കുട്ടികൾ കണ്ടിട്ടില്ല പഴയ തിളക്കം സിനിമയിൽ ദിലീപിന് ചെറിയ തകരാറുകളുണ്ട്. മൂപ്പര് കണ്ണിലേക്ക് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് കൈ വിറപ്പിക്കാൻ തുടങ്ങിയാൽ അതിന്റെ അർത്ഥം ആരെങ്കിലും മുണ്ട് പറിക്കുന്ന. അപ്പൊ നെടുമിട് വേണു മോന്റെ കയ്യിൽ ഇങ്ങനെ ബലമായിട്ട് പിടിക്കും. തൊട്ട് മുമ്പിലേക്കുന്ന പള്ളിയിൽ അച്ഛനായുണ്ട് അല്ലേ? അതുപോലെ പിണറായി കയറി പിടിക്കും. പക്ഷെ ശിവൻകുട്ടി ആരാന്റെ മുണ്ട് പറിക്കൂല, ഇല്ലയോ? അവനോന്റെ മുണ്ടാ പറിക്കുക, എന്നിട്ട് തലേ കെട്ടും. എന്നിട്ട് ശിവതാണ്ഡം അതിന്റെ ടേബിളിൽ കയറി. നമ്മൾ ഈ ഭീമസേനൻ, ഇപ്പൊ MT മരിച്ചത് കഴിഞ്ഞ ദിവസമാണല്ലോ. MTയുടെ വലിയ കഥാപാത്രമാണ് 2-ാം ഊഴത്തിലെ ഭീമസേനൻ. ഈ ഭീമസേനൻ കല്യാണ സൗകര്യങ്ങൾ തേടിപ്പോയെന്ന് പറയുന്നുണ്ട്. അപ്പൊ അഹങ്കാരത്തോടെ മതിച്ചു വരാണ് ഭീമസേനനെ കളിയാക്കാൻ ഹനുമാൻ വഴിവട്ടം കിടന്നു എന്നാണ്. കദളി വനത്തിലൂടെ മതിച്ചു വരുന്ന ഭീമസേനനെ കദളി വനത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ ഒരു തടസ്സമുണ്ടാക്കാൻ ഹനുമാൻ വട്ടം കിടന്നു. അപ്പൊ ഹനുമാന്റെ വാല് പൊക്കാൻ നോക്കി ഭീമൻ മഹാശക്തനാണ്, വായുപുത്രനാണ്. ഭീമന് ഹനുമാന്റെ വാല് പൊക്കാൻ പറ്റിയില്ല. അങ്ങനെ ഭീമൻ ഹനുമാന്റെ വാലെ കൈ പിടിച്ചിരിക്കും പോലെ വേറൊരാൾ പിടിച്ചിരിക്കുക കേരളത്തിന്റെ സ്പീക്കർ കസേരയിൽ. ആരാ? മാപ്പിള സഖാക്കളുടെ അഖിലേന്ത്യാ പേര് ഞാൻ പറയില്ല, കൊന്നാലും പറയില്ല. മൂപ്പര് പിടിച്ചിട്ട് മറിയണില്ല. അപ്പൊ ശിവൻകുട്ടി ഓടി വന്നു, ശ്രീരാമകൃഷ്ണൻ ഓടി വന്നു, ആ സ്പീക്കറുടെ കസേര മറിച്ചിട്ടു. എന്നിട്ട് ശിവൻകുട്ടി ഇതിന്റെ മുകളിൽ കയറി ശിവതാണ്ഡവമാടി. താണ്ഡവം കഴിഞ്ഞാൽ മോഹാലസ്യപ്പെട്ടു എടുത്തോണ്ട് പോയി. 5 ലക്ഷം രൂപ കേരളത്തിന്റെ പൊതുഖജനാവിന് നഷ്ടമാണ് സഖാക്കളെ. KM മാണി എന്ന ഇവിടെ സംസാരിച്ചു പോയ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടെ, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കൂടെ ഈ കേരളത്തെ നിർമ്മിക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട മാണി സാറ് ഈ കേരളത്തിന്റെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയാൻ നിങ്ങൾ നടത്തിയ നാടകം. നിങ്ങൾ പറഞ്ഞല്ലോ കോഴമാണിയാണ്. ഇപ്പൊ നിങ്ങൾ പാലായിൽ പോയാൽ അവിടെ ഒരു വലിയ സ്മാരകം 25 കോടി രൂപക്ക് ഉണ്ടാക്കിയതാ. അതിന് ഫണ്ട് കൊടുത്താരാന്നറിയോ നിങ്ങള്? ഇതേ CPM ആ സഭ തല്ലി തകർത്ത് KM മാണി സാറിന് ജീവിതാവസാനം വരെ കോഴമാണി എന്ന് വിളിച്ച് വേട്ടയാടിയ ഇവര് കൊടുത്ത ഫണ്ടാണ്. കൂടെ നിൽക്കുന്നവരെ തള്ളിപ്പറയാൻ ഒരു മടിയില്ലാത്ത കൂട്ടര്, അപ്പുറത്ത് നിന്നവരെ കൂടെ കൂട്ടാനും ഒരു മടിയില്ലാത്ത കൂട്ടര്. അവർ ഈ കേരളത്തിൽ കാണിച്ചു കൂട്ടിയ കോപ്രായം, അങ്ങനെ പൊതുമുതൽ തകർത്തവർ, ഈ കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടവർ, നേരത്തെ പറഞ്ഞ വന്യമൃഗങ്ങളുടെ പ്രശ്നത്തിൽ ജനങ്ങളുടെ കൂടെ നിന്ന് ഒരു സമരം നടത്തിയതിന്റെ പേരില് എന്തൊരു അഹങ്കാര. പിന്നെയും
ഇന്നിപ്പോ ശ്രീമതി ടീച്ചർ നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയാണ്. അവർക്കുണ്ട് മക്കള്. അവരിന്ന് ജയിലിൽ പോയി CPM നേതാക്കളെ സന്ദർശിച്ചു. ജയിലിൽ കിടക്കുന്ന CPMകാരെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവരല്ല. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ജനകീയ സമരത്തിൽ പങ്കെടുത്തിട്ട് പോലീസ് പിടിച്ച് ജയിലിലിട്ടതല്ല അവരെ. പിന്നെയോ 2 ചെറുപ്പക്കാർ, കൃപേഷും ശരത് ലാലും, അവരെ കൊന്നുകളഞ്ഞ കേസിലെ പ്രതിയാണ്. നമ്മളൊക്കെ വായിച്ച് മറന്നുപോയ സംഗതികൾ. നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, നമ്മൾ മറന്നുപോകും. പക്ഷെ പിന്നെയും പിന്നെയും ആ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കൃപേഷിന്റെ, ശരത് ലാലിന്റെ കൊലക്കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ട വിധി പുറത്തു വന്ന അന്ന് ആ കൂട്ടത്തിലെ ശരത് ലാലിന്റെ സഹോദരി അമൃത എന്ന് പേരുള്ള ഒരു പെൺകുട്ടി, പക്ഷെ ആ സദസ്സിലിരിക്കുന്ന ആ പെൺകുട്ടിയുടെ അത്രയും പ്രായം കാണും. നമ്മുടെ ഒരു അനിയത്തിയുടെ പ്രായമുള്ള മോള്, അവള് മാധ്യമങ്ങളോട് സംസാരിക്കണം. അവള് പറഞ്ഞത് അന്ന് ഏട്ടന്റെ കൂട്ടുകാരനായ കൃപേഷും കൂടി ഇവിടെ പെരുങ്കളിയാട്ടം നടക്കുന്നുണ്ട്. പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞാൽ പെരിയയിലൊരു വലിയ ഉത്സവമാണ്. പറഞ്ഞു കേട്ടത് ഏതാണ്ട് 100-600 വർഷങ്ങൾക്ക് ശേഷം നടക്കുകയാണ്. മുടങ്ങിക്കിടന്ന ഒരു സംഗതിയാണ്. അതിന്റെ സ്വാഗത സംഘം രൂപീകരണത്തിൽ പോയിട്ട് അവർ മടങ്ങി വന്നതാണ്. ഞങ്ങളുടെ അങ്ങാടിയിൽ വെച്ച് ഇവർ പതിയിരുന്ന് ബൈക്കിടിച്ച് അവരെ വീഴ്ത്തി. ആദ്യം ഏട്ടനെ വെട്ടി താഴെ ഇട്ടു. കൃപേഷ് ഏട്ടൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ പിന്നാലെ പോയി ആ റോഡിനടുത്തുള്ള പറമ്പിൽ അദ്ദേഹത്തെയും വെട്ടി വീഴ്ത്തിട്ട് ഇവർ രക്ഷപ്പെട്ടു. തൊട്ടു പിന്നാലെ ഞങ്ങൾ വരികയാണ്. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങാടിയിൽ വന്നിറങ്ങിയപ്പോൾ ആരോ പറഞ്ഞു അവിടെ ഒരാൾ പരിക്കേറ്റ് കിടക്കുന്നുണ്ട്. എൻ്റെ കയ്യിലാണ് അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് വഴിതെളിച്ചു പോകാനുള്ള ടോർച്ചുള്ളത്. ഞാൻ ആരാണെന്നറിയാതെ ടോർച്ചടിക്കുമ്പോൾ എൻ്റെ കൺമുന്നിൽ ആ അരണ്ട വെളിച്ചത്തിൽ ചോരയിൽ കുളിച്ച് പലയോട്ടി പിളർന്ന മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത് എൻ്റെ ഏട്ടനായിരുന്നു. നിലവിളിയോടെ ഞാൻ പിറകോട്ട് മാറി. അച്ഛനും അമ്മയും അപ്പോഴേ ബോധം കെട്ട് വീണു. നാട്ടുകാർ എൻ്റെ ഏട്ടനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി പാതി വഴി എത്തിയപ്പോൾ ആരോ പറഞ്ഞു ഒരാൾ മാത്രമല്ല 2 ആൾ കൂടിയുണ്ട്. വേറെ കുറെ വന്ന പറമ്പ് മുഴുവൻ തെരയാണ്. തെരഞ്ഞപ്പോ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന കൃപേഷിനെ അവർ കണ്ടെടുത്തു. കൃപേഷ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ശരത് ലാൽ ആശുപത്രിയിൽ എത്തിയ ഉടനെ ആ ചെറുപ്പക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചോ. ബാലുശ്ശേരി എന്ന് വെച്ചാൽ CPMന് വലിയ ഭൂരിപക്ഷത്തോടെ കേരളത്തിന്റെ നിയമസഭക്കകത്ത് പ്രതിനിധിയെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മണ്ഡലമാണ്. ഇവിടെ ഈ പ്രസംഗം കേൾക്കുന്നവരിൽ പലരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചുറ്റിക്കാരിവാൾ നക്ഷത്രത്തിൽ വോട്ട് കൊടുത്തിട്ടുണ്ടാവും. അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ വോട്ട് കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടും നിങ്ങൾ മനുഷ്യരാണെങ്കിൽ നിങ്ങളുടെ മനസാക്ഷിയോട് ഞാൻ ചോദിക്കണം, ആ 2 ചെറുപ്പക്കാർ അവർ ചെയ്ത തെറ്റെന്ത്? അവർ ജീവിച്ചിരുന്നാൽ നിങ്ങൾക്കുണ്ടാകുമായിരുന്ന നഷ്ടമെന്ത്? അവർ ഒരു ക്രിമിനൽ കേസിലും പ്രതിയല്ല, ഒരു കാപ്പ പട്ടികയിലും അവരില്ല, അവര് ജയിലിൽ കിടന്നിട്ടില്ല, ആരെയും കൊല്ലാൻ ബോംബുണ്ടാക്കാൻ അവര് ശ്രമിച്ചിട്ടില്ല. ആ ചെറുപ്പക്കാരെ കുറിച്ച് ആ നാട് ഒന്നടങ്കം പറയാണ്. അന്നവർ പോയത് പെരുങ്കളിയാട്ടത്തിന്റെ സ്വാഗതോത്സവം രൂപീകരിക്കാനാണെങ്കിൽ തൊട്ടു പിന്നാലെ നബിദിനം വന്നാൽ അവിടുത്തെ പള്ളിയുടെ മുറ്റത്ത് മക്കൾ ഉണ്ടാവുമെന്നാണ്. അങ്ങനെ ആ നാടു സ്നേഹിച്ചവർ, ആ നാടിനെ സ്നേഹിച്ചവർ അവരെ ഇമ്മട്ടിൽ കൊത്തി നുറുക്കിയത് എന്തിന്? ആ പ്രതികളാണ് ജയിലിൽ വന്നത്. അവരെയാണ് ശ്രീമതി ടീച്ചറും PP ദിവ്യയും ഇന്ന് പോയി കണ്ടത്. അവരെ കാണാനാണ് P ജയരാജൻ ഈ കഴിഞ്ഞ ദിവസം പോയത്. ആ കൊലപാതക കേസിലെ പ്രതികൾ ജയിലിൽ വന്നിറങ്ങുമ്പോ CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുക. എന്താ മുദ്രാവാക്യം? ഇല്ല ഇല്ല പിന്നോട്ടില്ല, ഓരോ അടിയും മുന്നോട്ട് നിന്ന് ഇനിയും കൊന്നു തീർക്കുമെന്നാണ്, ഇനിയും കൊന്നു തിന്നുമെന്നാണ്. കൊല്ലിക്കയത്രേ തനിക്ക് രസമടോ എന്ന് ഗാന്ധാരി കൃഷ്ണനെ നോക്കി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഭാരത യുദ്ധം കഴിഞ്ഞപ്പോ. അതുപോലെ കേരളം പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറയാണ്, കൊല്ലിക്കയാണ്, കൊന്നവരെ സംരക്ഷിക്കാണ് നിങ്ങൾക്കു രസം. തൊട്ടടുത്ത വടകര, ആ വടകരയിലെ ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതി, അയാൾക്ക് പരോൾ കൊടുക്കാണ്, അയാൾ ജയിലിൽ നിന്നിറങ്ങാണ്. ഈ രാജ്യത്തിന്റെ ഹൈക്കോടതി മാസങ്ങൾക്ക് മുൻപ് വീണ്ടും ജയിലിലേക്ക് പറഞ്ഞയക്കുമ്പോ പരോൾ കൊടുത്തു പോവരുത് എന്ന് പറഞ്ഞ പ്രതികളെ ഇവരെന്തിനാ പരോൾ കൊടുക്കുന്നത്? ഇവരെന്തിനാ സംരക്ഷിക്കുന്നത്? ഈ പാവപ്പെട്ട മനുഷ്യരെ കൊത്തി നുറുക്കിയ ആ കൊലപാതകികളെ ചേർത്ത് പിടിക്കുന്ന CPMന്റെ രാഷ്ട്രീയത്തിന്റെ പേരെന്താണ്? ഇവർ ഈ കൊല്ലിക്കുന്നത് കൃപേഷ് ജീവിച്ചിരുന്നാൽ, ശരത് ലാൽ ജീവിച്ചിരുന്നാൽ, ആത്തിക്ക ഉമ്മയുടെ പാവം പേറ്റുനോവ് ഷുക്കൂർ ജീവിച്ചിരുന്നാൽ, ഷുഐബ് ജീവിച്ചിരുന്നാൽ സംഭവിക്കുന്ന ഒരു അപകടം ഒഞ്ചിയത്തേതുപോലെ ഞങ്ങളുടേതല്ലാത്ത കൊടികൾ ഉയരും.
ഞങ്ങളുടേതല്ലാത്ത മുദ്രാവാക്യങ്ങൾ കേൾക്കും. ഞങ്ങൾക്കല്ലാതെ ആളുകൾ വോട്ട് ചെയ്യാൻ തുടങ്ങും. അതിനാണ് ഷുക്കൂറിനെ കൊന്നത്. എടയന്നൂരിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചതിനാണ് ഷുഹൈബിനെ കൊന്നത്. കൂത്തുപറമ്പിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചതിനാണ് മൻസൂറിനെ അവർ കൊന്നത്. പെരിയയിൽ പാർട്ടി കോട്ടയിൽ കോൺഗ്രസിന്റെ പതാക നാട്ടിയതിനാണ് കൃപേഷിനെയും ശരത് ലാലിനെയും കൊന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു സൂക്കേടുണ്ടല്ലോ, RSSകാരന്റെ സൂക്കേട്. മതം നോക്കിയിട്ട് ഇവിടെ ഞങ്ങൾ മതി എന്ന് തീരുമാനിക്കുന്ന ഏർപ്പാട്, അതിന്റെ പേരാണ് സ്നേഹമുള്ളവരെ വർഗീയ ഫാഷിസം. ഇവിടെ ഞങ്ങൾ മതി എന്ന്, അതിന്റെ അടിസ്ഥാനം മതം. കേരളത്തിൽ CPM കൊണ്ട് നടക്കുന്ന ഈ ഫാഷിസത്തിന്റെ അടിസ്ഥാനം രാഷ്ട്രീയം. ഇവിടെ ഞങ്ങൾ മതി എന്നാണ്. ആ രാഷ്ട്രീയമാണ്, ഞാൻ അവസാനിപ്പിക്കുന്നു, അൻവറിനെ ജയിലിലടക്കുന്നത്. ആ രാഷ്ട്രീയത്തിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നോട്ട് പോകാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക്. ഈ മനുഷ്യൻ ഈ കേരളത്തിന് RSSന് അടിയറ വെക്കാൻ അച്ചാരം വാങ്ങിയ മനുഷ്യനാണ് എന്ന ബോധ്യം ഉണ്ടാവണം. ഇവിടുത്തെ CPMകാർ അവർക്ക് സഹിക്കാൻ വയ്യാത്ത പകയുണ്ട് കോൺഗ്രസിനോട്, ലീഗിനോട്. നമ്മൾ കാണാറില്ലേ, എവിടെയെങ്കിലും ഒരു BJPക്കാരൻ കോൺഗ്രസിൽ പോയാൽ നിങ്ങൾ ആ വാർത്ത അറിയുന്നതിന് മുൻപ് കക്കഞ്ചേരി അങ്ങാടിയിലെ സഖാവ് പത്രത്തിൽ ഉറക്ക വായിക്കുക, അറിഞ്ഞില്ലേ? അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ BJP പോയിട്ടോ, എന്നുവെച്ചാൽ BJPക്ക് ഒരാൾ കൂടി, കോൺഗ്രസിന് ഒരാൾ കുറഞ്ഞു. എന്ത് സന്തോഷാണ്, എന്ത് റാഹത്താണ് അവന്. ഈ കഴിഞ്ഞ ആഴ്ചയാണല്ലോ അപൂർവമായിട്ട് അവിടെ നിന്നൊരാൾ ഇവിടേക്ക് വന്നത്. എവിടെ നിന്ന്? BJPയിൽ നിന്നൊരാൾ കോൺഗ്രസിലേക്ക് വന്നു, സന്ദീപ് വാര്യര്. ഞാൻ ആ മാറ്റം, ഒരുപക്ഷെ അവിശ്വസനീയമായ ഒന്ന്, അത് സംഭവിച്ചപ്പോ കേരളത്തിന്റെ മാധ്യമങ്ങൾ, കേരളത്തിന്റെ പൊതുവിടങ്ങൾ, ഒരുപക്ഷെ വിദ്വേഷ പ്രചരണത്തിന്റെ വേദികളായി മാറുന്ന കേരളത്തിലെ സമൂഹ മാധ്യമങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരാളാണ് ഒരു ട്രോള്. ആ ട്രോളിൽ പാർട്ടി മാറിയതിന്റെ പിറ്റേ ദിവസം സന്ദീപ് വാര്യർക്ക് ഒരു തൊപ്പി, അതിന്റെ പിറ്റേ ദിവസം സന്ദീപ് വാര്യർക്ക് ഒരു മുസല്ല, മൂന്നാമത്തെ ദിവസം സന്ദീപ് വാര്യർക്ക് ബിരിയാണി, നാലാമത്തെ ദിവസം സന്ദീപ് വാര്യര് സുന്നത്ത് കല്യാണം കഴിഞ്ഞ് കിടക്കുകയാണ്. ട്രോളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇമ്മട്ടിൽ പരിഹസിക്കാൻ സ്നേഹമുള്ളവരെ സന്ദീപ് വാര്യർ മതം മാറിയോ? ഞാൻ ഹിന്ദുവല്ല എന്നയാൾ പറഞ്ഞു? ഇല്ലല്ലോ. ആകെ പറഞ്ഞത് ആ മതത്തിന്റെ പേരിൽ വിദ്വേഷമുണ്ടാക്കുന്ന RSSന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. ഞാൻ രാഹുൽ ഗാന്ധിയുടെ കൂടെയാണ്. രാഹുൽ ഗാന്ധി ഹിന്ദുവാണല്ലോ. ഹിന്ദു എന്ന നിലക്കുള്ള അടയാളങ്ങൾ അവർ മാറ്റിവെക്കാറില്ലല്ലോ. പ്രിയങ്ക ഗാന്ധി ഹിന്ദുവാണല്ലോ. കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവർ പറയാറുണ്ട്. രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള ആക്ഷേപം തന്നെ മേക്ക് ജനോദാരി ബ്രാഹ്മണു, ഞാൻ ജനോദാരിയായ ഒരു ബ്രാഹ്മണനാണ് എന്ന് തുറന്നു പറയുന്നു എന്നതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ നമ്മൾ കാണാറില്ലേ? അവര് ക്ഷേത്രത്തിൽ പോയി നിൽക്കുന്ന ഫോട്ടോ, അമ്പലത്തിന്റെ മുന്നിൽ പോയി നിൽക്കുന്ന ഫോട്ടോ ഇവിടുത്തെ CPMകാരൻ തപ്പിപ്പിടിച്ചെടുത്തിട്ടോ കക്കഞ്ചേരിയിലെ ലീഗിന്റെ ഗ്രൂപ്പിൽ ഒന്നും ഇട്ടാള്. ഇവർ അമ്പലത്തിൽ പോണ ആളാണ് കേട്ടോ. എന്നാ പിന്നെ എന്താണ്? ഇവർ നിങ്ങൾക്കെതിരാണ്. ആർക്ക്? മുസ്ലിമിനെതിരാണ്. കാരണം അവർ അമ്പലത്തിൽ പോവാണ്. അമ്പലത്തിൽ പോകുന്നവൻ മുസ്ലിമിനെതിരെ, അമ്പലത്തിൽ പോകുന്നവൻ മുസ്ലിമിനെതിരെ എന്ന് പ്രചരിപ്പിക്കുന്ന ഈ കാലത്ത് അയാൾ പറഞ്ഞു, ഞാൻ BJP വിടുകയാണ്, ഞാൻ കോൺഗ്രസിന്റെ കൂടെയാണ്. പാണക്കാട്ടെ തങ്ങളെ വന്നു കണ്ടു, UDFന്റെ നേതാക്കന്മാരെ കണ്ടു, ഇവിടുത്തെ മതപണ്ഡിതന്മാരെ കണ്ടു, ഹൈന്ദവ സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരുമായി അയാൾ സംസാരിച്ചു. ഒരു കുഴപ്പമില്ല. ഒരു കൂട്ടർക്ക് അത് പറ്റില്ല. അവർ പറഞ്ഞ എന്താ? നിങ്ങൾ വിശ്വസിച്ചു പോകരുത് ഈ വിഷനാവിന്. കേരളത്തിൽ ഏറ്റവും പ്രമുഖമായ 4 മുസ്ലിം മാനേജ്മെന്റ് പത്രങ്ങളാണുള്ളത്. അതിൽ 2 പത്രങ്ങൾ തെരഞ്ഞു പിടിച്ചിട്ട് ഇവർ പരസ്യം കൊടുക്കാതെ പോയത് ചന്ദ്രികയിലും മാധ്യമത്തിലും മാത്രമാണ്. ബാക്കി 2 പത്രങ്ങളിൽ, ഞാൻ പത്രങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, ആ പരസ്യം വന്നിട്ട് എന്താ പറഞ്ഞു? വിശ്വസിച്ചു പോകരുത് ഈ വിഷനാവിനെ എന്നാണ്. സന്ദീപ് വാര്യരെ പോലൊരാൾ ഈ സമ്മേളനത്തിൽ പച്ച കൊടി കെട്ടിവെച്ച മുസ്ലിം ലീഗിന്റെ വേദിയിലേക്ക് കണ്ണിമ ചിമ്മാതെ ഓരം മാറിയിരിക്കുന്ന എന്റെ അമ്മ, നിങ്ങൾ വോട്ട് ചോദിച്ചു പോകുമ്പോ സ്നേഹമുള്ള മുസ്ലിം ലീഗുകാരെ ഞങ്ങൾ വോട്ട് തരട്ടോ എന്ന് പറയുന്ന ഹിന്ദുവായ നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ ഒരു സഹോദരി, അയാളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കണം. എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ ഈ അടുത്തൊരു അവസരം ഉണ്ടായോണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാനൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. വിഷയം ഗ്യാൻവാപ്പി പള്ളിയാണ്. അപ്പൊ ചർച്ചയിൽ സ്വാഭാവികമായി മുസ്ലിം ലീഗിന്റെ പ്രതിയായ ഞാൻ പറയുമല്ലോ, ആ പള്ളി പൊളിക്കരുത്, ആ പള്ളിയുടെ പേരിൽ കലാപം ഉണ്ടാക്കരുത്. അതിന്റെ താഴെ ഒരു കമന്റ്, അതിശയോക്തി ഇല്ലട്ടോ, കള്ളല്ല, എന്റെ ഫോണിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ വിദ്വാൻ, ആ കമന്റ് ചെയ്യുന്ന വിദ്വാൻ,
അയാളൊരു BJP കാരനാവണം, RSS കാരനാവണം. അയാൾ എന്നോട് പറയാണ് ഇയാൾക്ക് പറ്റിയൊരു അബദ്ധം. ഇയാൾ എൻ്റെ പേര് വായിച്ചത് ഷിബു രാമൻ എന്നാണ്. ഷിബു മീരാൻ എന്നെ പേര്. ഷിബു എന്ന പേരിന്റെ തകരാറുകൾ നോക്കണ്ട. മീരാൻ എന്ന് വെച്ചാൽ മാപ്പിളയാണ്. ഞാൻ മുസ്ലിമാണ്. നമ്മളെ ചില കുട്ടി ഇപ്പൊ ഈ അഴിയൂര് ഈ കഴിഞ്ഞ ദിവസം ഒരു പൊതുയോഗം ഉണ്ടായിരുന്നു. അവിടുത്തെ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഞാൻ അവിടെ ചെല്ലുന്നത് വരെ, ആ വേദിയിൽ ഞാനിത് പ്രസംഗിക്കുന്നത് വരെ എന്നോട് പറയാ, ഷിബുവേട്ടാ നമസ്കാരം, നിങ്ങൾ എപ്പോഴും എത്തുക, ഞങ്ങളുടെ സന്ധ്യയ്ക്ക് ഒരു പ്രാർത്ഥന ഉണ്ട്, അതിന് നേരത്തെ നിങ്ങൾ എത്തുമോ വെച്ചാൽ സാധുവിനെ അറിയയില്ല. ഞാൻ അവന്റെ കൈ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോഴാണ് അവന് ബോധ്യമായത്. ആ ബോധ്യത്തിൽ ഇയാളുടെ കമാൻഡ് സ്നേഹമുള്ളവർ ഇങ്ങനെയാണ്: എടാ ഷിബു രാമ, നീ ഒരു ഹിന്ദുവാണോടാ? അവിടെ ഭഗവാൻ ശിവനൊരു അമ്പലം ഉണ്ടാവണ്ടേ, അതിന് ഈ പള്ളി തകർക്കണ്ടേ? മുസ്ലിംകളുടെ കൂടെ നിന്ന് ഈ ക്ഷേത്രത്തിനെതിരെ പറയാൻ നീ രാജ്യദ്രോഹിയാണോ? നിന്നെ ജിഹാദികൾ ഉണ്ടാക്കിയതാണോ? ആ ഒരൊറ്റ വാചകം പോരെ സ്നേഹമുള്ളവരെ നമ്മുടെ കൂടെ നിൽക്കാൻ? ഭഗവാൻ ശിവൻ RSSകാരന്റെ ദൈവമല്ലട്ടോ, അവരുടെ ദൈവമാണ്. ശ്രീരാമൻ RSSകാരുടെ ദൈവമല്ലട്ടോ, അവരുടെ പൂജാമുറിയിലെ ദൈവമാണ്. ഹനുമാൻ, വിഷ്ണു, ഭഗവാൻ അയ്യപ്പൻ, ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ഈ ദൈവസങ്കല്പങ്ങൾ മുഴുവൻ അവരുടേതാണ്. ആ ദൈവങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് ശിവനൊരു അമ്പലം ഉണ്ടാവണ്ടേ, വിഷ്ണുവിനൊരു അമ്പലം ഉണ്ടാവണ്ടേ, ഭഗവാൻ ശ്രീരാമന് അയോധ്യയിൽ ഉണ്ടായതുപോലെ ഇവിടുത്തെ പള്ളികളുടെ അടിത്തറകളിൽ കിടന്ന് വീർപ്പുമുട്ടുന്ന നമ്മളുടെ ദൈവങ്ങൾക്ക് മോചനം കിട്ടണ്ടേ? അതിനാ പള്ളി തകർക്കണ്ടേ? പാകിസ്ഥാനിലേക്ക് പോകാതെ ഇവിടെ നുഴഞ്ഞുകയറ്റപ്പാര് കിടക്കുന്ന ഈ മാപ്പിളമാരെ, ഈ മുസ്ലിങ്ങളെ ഇവരെ പാഠം പഠിപ്പിക്കണ്ടേ? അവർക്ക് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടോ? നമുക്കൊരൊറ്റ ഹിന്ദു രാഷ്ട്രം പോലും ഇല്ല. അവർ പാകിസ്ഥാന്റെ പങ്കും വാങ്ങിപ്പോയപ്പോ ഇത് മതേതര രാജ്യമായത് നെഹ്റുവിന്റെ കുഴപ്പമാണ്, കോൺഗ്രസിന്റെ കുഴപ്പമാണ്. അവർക്ക് വേണമെങ്കിൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കാമായിരുന്നു. അവരത് ചെയ്തില്ല. അവരെ താഴെ ഇറക്കണ്ടേ? നമ്മുടെ പ്രിയപ്പെട്ട RSSന് 100 വർഷം തികയും മുമ്പ് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണ്ടേ? അപ്പൊ അവര് പറയാണ് വേണ്ട, അവരെ പുറത്താക്കണ്ട, ഇതൊരു ഹിന്ദു രാഷ്ട്രമാവണ്ട, ഇവിടെ എനിക്കുള്ളത് പോലത്തെ അവകാശം അവർക്കുണ്ട്. അവര് കുളിച്ചൊരുങ്ങി സ്നേഹമുള്ളവരെ രാഘവൻ വോട്ട് കൊടുക്കുമ്പോ, ET മുഹമ്മദ് ബഷീറിന് വോട്ട് കൊടുക്കുമ്പോ, അബ്ദുസമദ് സമദാനിക്ക് വോട്ട് കൊടുക്കുമ്പോ, നാളെ ഈ പഞ്ചായത്തിൽ നിങ്ങൾ മത്സരിച്ചാൽ അവർ വന്ന് നിങ്ങളുടെ ചിഹ്നത്തിൽ ഒരു വോട്ട് കൊടുക്കുമ്പോ ഈ പ്രചരണങ്ങളെ മുഴുവൻ പുച്ഛിച്ച് തള്ളിയിട്ടാണ്, അതിനോട് സമരം ചെയ്തിട്ടാണ് സ്നേഹമുള്ളവരെ അവര് വരിക. അവര് വന്ന് നിൽക്കുക, എന്നിട്ട് കോണിക്കോട്ട് കൊടുക്കുക. അതൊരു പ്രസിംഗ് അല്ല, അത് വെറും ഒരു വരവല്ല. പിന്നെയോ RSS ഇവിടെ നടത്തുന്ന ഈ പ്രചരണത്തിനെതിരെ അവരുടെ നിലപാടാണ്, നമ്മുടെ കൂടെയുള്ള പതറാത്ത അവരുടെ നിൽപ്പാണ്. അതിനെ മാനിക്കാൻ പഠിക്കണം, അതിനെ അംഗീകരിക്കാൻ പഠിക്കണം. അങ്ങനെ ഒരാൾ വന്നാൽ അയാളെ മുൻനിരയിൽ നിർത്തണം, അയാൾക്ക് പിന്തുണ കൊടുക്കണം, അയാളെ കരുത്തനാക്കണം എന്നാണ്. ഒരു ദൗത്യം കൂടി നമ്മൾ നിറവേറ്റേണ്ടതുണ്ട്. എന്താണ്? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇതിന്റെ മറുവാദമാരെങ്കിലും ഉയർത്തിയാൽ അവരെ കൊന്നു തീർക്കാതെ, അവർക്കെതിരെ യുദ്ധം ചെയ്യാതെ ഈ രാജ്യത്ത് നമുക്ക് രക്ഷയില്ല. ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി പറഞ്ഞാൽ അതിനെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്തണം. ആ സമരത്തെ ഒരടി പോലും ബാലൻസ് തെറ്റാതെ, ഒരടി പോലും അത് വഴിമാറിപ്പോവാതെ മുന്നോട്ട് നയിച്ച രാഷ്ട്രീയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് തിരിച്ചറിയണം നിങ്ങൾ. ഒരു വലിയ ചെളിക്കുണ്ടിലെ ചെറിയ നടവരമ്പായിരുന്നു സ്നേഹമുള്ളവരെ. 48 മാർച്ച് 10 ഇത് ആരംഭിക്കുമ്പോ ഒരു കൂട്ടർ പറഞ്ഞു വീണ്ടും ലീഗോ, വീണ്ടും പച്ചക്കൊടിയോ. ഈ രാജ്യം വിഭജിക്കപ്പെട്ടതിന്റെ ചോര ഉണങ്ങിയിട്ടില്ല, ആ കലാപത്തിന്റെ ആരവങ്ങൾ അടങ്ങിയിട്ടില്ല. അവിടെ കത്തിക്കാളിയ മനുഷ്യഗന്ധത്തിന്റെ മാംസം ഈ രാജ്യത്തിന്റെ ആകാശത്തു നിന്ന് വിട്ടുപോയിട്ടില്ല. എങ്ങനെ ധൈര്യം വന്നു? അതേ പതാക, അതേ പേരെടുത്ത് ഇവിടെ നിലയുറപ്പിക്കാൻ ഇതിനേക്കാൾ ഭയാനകമായ ഉറപ്പിന്റെ കാലം, ഇതിനേക്കാൾ ഭയാനകമായ ഭീതിയുടെ കാലം. ആ കാലത്തൊരു പതാക ഉയർത്തിയിട്ട് നടന്നു തുടങ്ങാണ് ഒരു നടവരമ്പിലൂടെ. വലത്തോട്ട് വീണാൽ ലീഗ് എന്തിന് എന്ന ചോദ്യം ഉയരും. നീ എന്തിനാണ് നിന്റെ സ്വത്വം ഉയർത്തിപ്പിടിച്ച് ഇവിടെ മാറി നിൽക്കുന്നത് എന്ന ചോദ്യം ഉയരും. ഈ ചെങ്കൊടിക്ക് താഴവ, അതല്ലെങ്കിൽ പല വർണ്ണങ്ങളിലുള്ള ഈ കൊടിക്ക് താഴവ. ഈ കൊടി രാജ്യം വിഭജിച്ച കൊടിയാണ്. ഈ കൊടിയും പിടിച്ചു പോയാൽ രാജ്യത്ത് നീ ഒറ്റപ്പെടും എന്ന ഭീഷണി ഒരു ഭാഗത്ത്. അവിടേക്ക് വീണുപോയില്ല ലീഗ്, ഈ കൊടി താഴെ വച്ചില്ല.
മുസ്ലിം എന്ന ഈ സ്വത്വബോധത്തെ ഒരു തമ്പുരാന്റെയും മുമ്പിൽ അടിയറ വച്ചില്ല. മറുഭാഗത്ത് ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടര് വോട്ട് ചെയ്തിട്ട് എന്താ ലീഗാരെ കാര്യം? PVC പൈപ്പിന്റെ തുമ്പത്ത് കൊടി കെട്ടിയിട്ട് എന്താ കാര്യം? യൂത്ത് ലീഗിന്റെ കുട്ടികളെ അച്ചടക്കത്തോടെ നടത്തിയിട്ട് എന്താ കാര്യം? കൊടി വാളിന്റെ തുമ്പത്ത് കെട്ടടോ. കുട്ടികളെ വരിതെറ്റി നടപ്പിക്കാൻ പഠിക്കുക. ബാബറി മസ്ജിദ് പൊളിച്ചു കണ്ടില്ലേ? ഇനി വരിയൊപ്പിച്ച് നടക്കണ്ട. ഇനി കൊടി PVC പൈപ്പിന്റെ തുമ്പത്ത് കെട്ടണ്ട, മാറ്റ. ആ വിളിയോടും ലീഗ് പറഞ്ഞു, അവിടേക്കില്ല ഞങ്ങള്. ഇടതുഭാഗം ചേർന്നൊഴുകിയ തീവ്ര നിലപാടിന്റെ വിളിയെ പുറകെ പോയില്ല. മറുഭാഗത്ത് കണ്ട സ്വത്വബോധം അടിയറ വെച്ചിട്ട് പരുവപ്പെട്ടു വാ എന്ന ഭീഷണിയുടെ പുറകെയും പോയില്ല. ആ നടവരമ്പിലൂടെ താഴേക്ക് നോക്കി വിനയത്തോടെ ഒരു തലമുറ നടന്നു തുടങ്ങാണ്. അവരുടെ കണ്ണ് നട്ടു നിന്നത് അകലെ ഒരു കൊടിയിലാണ്. ആ കൊടിയിലെ നിലാവെളിച്ചത്തിലാണ്. ആകാശത്ത് ചെറുതായി പരക്കുന്ന ആ നിലാവെളിച്ചം നോക്കി അവര് നടക്കാണ്. അപ്പൊ മുൻനിരയിൽ നിന്നൊരാൾ, തൊപ്പിവച്ച ഒരാൾ, ദുർബലനായ ഒരാൾ അവർക്ക് ഏറ്റുചൊല്ലി താളത്തിൽ വിളിച്ചു നടക്കാൻ ഒരു മുദ്രാവാക്യം കൊടുക്കുകയാണ്. ആ മുദ്രാവാക്യം മുസ്ലിം ലീഗ് എന്നാണ്. ഈ പാവം മനുഷ്യർ, അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർ, അതിന് സിന്ദാബാദ് വിളിച്ച് ആ യാത്ര തുടങ്ങാണ്. ആ യാത്രയാണ് സ്നേഹമുള്ളവരെ 7.5 പതിറ്റാണ്ടും പിന്നിട്ട് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. ആ യാത്രയുടെ സാർത്ഥകമായ ഒരു പൂർണ്ണതയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഉയർത്തിയിട്ടുള്ള ഓഫീസ് എന്ന് പറയുന്നത്. ആ യാത്രയുടെ പൂർണ്ണതയിൽ നമ്മൾ നേടിയെടുത്തതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അവകാശങ്ങളൊക്കെയും. ആ കൊടി പിടിച്ചവർ പൊരുതി നേടിയതല്ലാത്ത ഒരവകാശവും ഇന്ന് ഈ രാജ്യത്തെ ഈ സമുദായം അനുഭവിക്കുന്നില്ല എന്ന തിരിച്ചറിവുണ്ടാവുക. ആ യാത്ര പിന്നെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത അത്തോളിയുടെ മണ്ണിൽ പിറന്ന് ഈ നാട്ടിലെ മുസ്ലിംമാന്മാർക്ക് വിമോചനത്തിന്റെ പാത തെളിയിച്ചു കൊടുത്ത ആ പോരാട്ടത്തിൽ കൈപിടിച്ച് ഈ സമുദായത്തെ മുന്നോട്ട് നടത്തുമ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളിന്റെ നെറ്റ് ചുളിഞ്ഞു പോകാത്ത സൂക്ഷ്മത കാണിച്ച CH വരച്ചു വച്ചിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ അതിര്. അത് ഒരു മുടിനാരിഴയുടെ അതിരാണ്. നമുക്ക് അവകാശപ്പെട്ടതിൽ നിന്ന് നമ്മളത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവർക്ക് അവകാശപ്പെട്ടതിൽ നിന്ന് അത് തൊട്ടിയെടുക്കാനും നമ്മൾ തയ്യാറല്ല. ആ മുടിനാരിഴ വച്ച് CH അളന്നു കുറിച്ച ആ പാതയിലൂടെ പതറാതെ നമ്മൾ മുന്നോട്ട് പോവുക. നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരുമിച്ചലറി വന്നാലും ഈ സ്വത്വബോധത്തിന്റെ ഒരടയാളം പോലും അടിയറ വെക്കാതെ, ഭീകരവാദത്തിന്റെ തീവ്രവാദത്തിന്റെ ചാപ്പ പേറാതെ ഈ മണ്ണിൽ നാം ജീവിച്ചതുപോലെ നമ്മുടെ മക്കളും ജീവിക്കും. അതിന് ഈ മണ്ണ് പാകപ്പെട്ട് കിടക്കും. അതിനു വേണ്ടത് എന്താണോ അത് വിയർപ്പാണെങ്കിൽ വിയർപ്പ്, പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥന, രക്തസാക്ഷിത്വമാണെങ്കിൽ അത് കൊടുത്തിട്ട് ഈ മണ്ണിനെ കാക്കും എന്ന് പ്രതിജ്ഞയെടുത്തവരാണ് മുസ്ലിം ലീഗുകാർ. അഭിമാനത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക.